ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഡാറ്റ എഫിഷ്യൻസി കൺവല്യൂഷണൽ നെറ്റ്വർക്കിൽ സ്ട്രോങ് ഓൺ സ്മോൾ ഡാറ്റ സെറ്റ്സ് ആണ്. ആൻഡ് വിഷൻ ട്രാൻസ്ഫോമർ നീഡ്സ് എ ലോട്ട് ഓഫ് ഡാറ്റ. സോ ഇതിന് ഡാറ്റ സെറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു CNN എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്ചർ ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഒരുപാട് കോംപ്ലക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രഗിൾ ചെയ്യും. കാരണം അത്രയും കമ്പ്യൂട്ടേഷൻസ് വരുന്നുണ്ട്. നമ്മൾ ആ ഡെൻസ് നെറ്റ്വർക്ക് ഒഴിവാക്കിയാൽ പോലും, ഡെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓരോ ന്യൂറോൺസും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ അവിടെ എത്ര പിക്സൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇൻപുട്ട് ന്യൂറോൺസ് എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലക്സിറ്റിയുടെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ഒരു മീഡിയം സൈസ് ഡാറ്റ സെറ്റ് വരെയാണ് അത് നന്നായിട്ട് വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കമ്പ്യൂട്ടേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടല്ലോ. സോ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഈ ഇതിൽ പറയുന്നില്ലേ, ഇപ്പോൾ ഇമേജസ് ഇൻ ടു പാച്ചസ് ആൻഡ് ലെറ്റ് എവറി പാച്ച് ലുക്ക് അറ്റ് എവറി അതർ പാച്ച് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ 1 by 1 ആയിരുന്നു മറ്റേ ചെക്ക് ചെയ്തായിരുന്നത്. സോ ഇത് പാരലലി ഓരോ പാച്ചിനെയും അടുത്തടുത്തുള്ള പാച്ച് എന്ന് പറഞ്ഞിട്ട് ആ കേർണൽ സൈസിൽ 3x3 അല്ലെങ്കിൽ 5x5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഇതിനെ ടോട്ടലി റീഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഫുൾ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും. ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് എടുക്കുന്നത്. ഒരു 2x2 എടുക്കണമെങ്കിൽ ഈ 12, 45, 40, 210 അതാണ് അറ്റ് എ ടൈം വരിക. 3x3 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 9 ഗ്രിഡ്സിലുള്ള വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ടാണ് അത് നോക്കി വരുന്നത്. പക്ഷേ ഈ വിഷൻ ട്രാൻസ്ഫോമേഴ്സിൽ വരുമ്പോൾ ഈ അടുത്തടുത്തുള്ള ആ ഒരു പാച്ചസ് ടോട്ടലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, അതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. ഫീച്ചർ മാപ്പിംഗ് എന്ന് പറഞ്ഞില്ലേ, ഫീച്ചർ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്, ആ ഒരു പൂളിങ്ങും ഇതൊക്കെ ചെയ്യുന്നത്. മാക്സ് വാല്യൂ ആണോ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ആണോ അല്ലെങ്കിൽ മിൻ വാല്യൂ ആണോ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും. ഇതിലിപ്പോൾ മാക്സ് പൂളിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2x2 മാക്സ് പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂസിൽ ഏറ്റവും മാക്സിമം വരുന്ന വാല്യൂ ഉണ്ടാവില്ല ആ ഗ്രിഡ്സ് ഓരോ പിക്സൽസ് ആയിട്ടല്ലേ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഓരോ വാല്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മാക്സ് പൂളിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ആക്ച്വലി എടുക്കുന്നത് അതിൽ ഏറ്റവും മാക്സിമം വരുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും. അതാണ് ആ ഒരു സെറ്റ് മാക്സിമം ഗ്രിഡ് സൈസ് അല്ലേ. ഇപ്പോൾ 3x3 9 വാല്യൂസ് ഉണ്ടാവില്ലേ, ആ 9 വാല്യൂസിൽ ഏറ്റവും മാക്സിമം വരുന്ന പിക്സൽ സൈസാണ് അവിടെ എടുക്കുക. അപ്പോൾ ഇതിൽ 2x2 ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാ മാക്സിമം വാല്യൂ? 210 ആണ്. അതായിരിക്കും അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത്. മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മിനിമം. സോ ഈ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന ഏത് ടൈപ്പ് പൂളിംഗ് ആണോ യൂസ് ചെയ്യുന്നത്, ആ പൂളിങ്ങിന് ഏത് ടൈപ്പാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ്. ആവറേജ് ആണോ മാക്സ് ആണോ മിനിമം ആണോ എന്ന് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്, ആ ഒരു റീജിയനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആ പൂളിങ്ങിൽ യൂസ് ചെയ്ത വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 0 to 255 വരെ ഉള്ളത്. നമ്മൾ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് എടുക്കുന്നത് അതിലായിരിക്കും. 000 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഓരോ വാല്യൂസിനനുസരിച്ചിട്ട് ആ ഒരു കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും ഇതൊക്കെ അഡ്ജസ്റ്റ് ആകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂസ്. ദെൻ കമ്പ്യൂട്ട് കോസ്റ്റ് ലൈറ്റർ, മൊബൈൽ ഫ്രണ്ട്ലി. സോ കൺവല്യൂഷണൽ നെറ്റ്വർക്ക്സും വിഷൻ ട്രാൻസ്ഫോമേഴ്സും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കൺവല്യൂഷണൽ നെറ്റ്വർക്ക്സിൻ്റെ ഒരു കമ്പ്യൂട്ട് കോസ്റ്റ് കുറവാണ്. വിഷൻ ട്രാൻസ്ഫോമേഴ്സ് ഒരുപാട് പാരാമീറ്റേഴ്സ്, ഇപ്പോൾ LLMs വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് മെൻഷൻ ചെയ്യണമെങ്കിൽ 1 trillion, 2 trillion, 73 billion എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും സൈസുള്ള മോഡലാണെന്ന് പറയുന്നത്. സോ ഈ ട്രാൻസ്ഫോമേഴ്സ് ആ ഒരു ആർക്കിടെക്ചർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ കൂടി നേരത്തെയൊക്കെ ഈ ടോട്ടൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ബ്രെയിനിൻ്റെ ചെറിയൊരു പാർട്ട് യൂസ് ചെയ്താൽ പോരാ, ടോട്ടൽ ആർക്കിടെക്ചർ റൺ ചെയ്യിപ്പിക്കണമായിരുന്നു. സോ അതാണ് അത് ഹെവിയർ ആണെന്ന് പറയാൻ കാരണം. ദെൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ബിൽറ്റ് ഇറ്റ് അപ്പ് ഗ്രാജുവലി ലെയർ ബൈ ലെയർ ആൻഡ് ക്യാപ്ചേഴ്സ് ഇറ്റ് ഫ്രം ദി ഫസ്റ്റ് ലെയർ. സോ അതാണ് ഈ ഒരു റണ്ണിങ്ങിലുള്ള വ്യത്യാസം. നമ്മൾ ലെയർ ബൈ ലെയർ ആണ് CNN-ൽ. നേരത്തെ ഡീപ്പ് ലേണിങ്ങിൽ ഓരോ ലെയറായിട്ടാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ കോംപ്ലക്സിറ്റി കുറഞ്ഞ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തേക്ക് പോകുമ്പോൾ കോംപ്ലക്സിറ്റി കൂടി. സോ ലെയർ ബൈ ലെയർ ആണ് അതിൻ്റെ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്തത്. ക്യാപ്ചേഴ്സ് ഇറ്റ് ഫ്രം ദി ഫസ്റ്റ് ലെയർ. സോ അത് ഓൾറെഡി ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്.
ഇപ്പോൾ LLMs ഓൾറെഡി അതിൻ്റെ ഒരു നോളജ് കട്ട് ഓഫ് ഉണ്ടാവും, ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും. സോ ഫസ്റ്റ് ലെയറിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ടോട്ടലി അതിന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. സോ എന്തെങ്കിലും ഒരു ഇമേജ് ഇൻപുട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ഹെവിയർ ആയിട്ടുള്ള മോഡലിന് അത് എളുപ്പമായിരിക്കും. പക്ഷെ കമ്പ്യൂട്ട് കോസ്റ്റ് അവിടെ പോകും. കാരണം അത്രയും ഹെവി ആവുമ്പോൾ ലേണിംഗ് ഒരുപാട് കൂടുതലായിരിക്കും. ഇത് അതിന്ന് പാറ്റേൺസ് ലേൺ ചെയ്യാണ്, അത് ഓൾറെഡി ട്രെയിൻഡ് ആണ് വിഷൻ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ആൻഡ് എഡ്ജ് ഓൺ ഡിവൈസ് ഡിപ്ലോയ്മെൻറ്റ് വെൽ ഒപ്റ്റിമൈസ്ഡ് മെച്ചൂർ സ്റ്റിൽ കാച്ചിങ്. ഓൺ ഡിവൈസ് ഇപ്പോൾ നമുക്ക് സെർവറിൽ റൺ ചെയ്യിക്കുന്ന GPT ഒരിക്കലും നമ്മുടെ സിസ്റ്റത്തിൽ അത്രയും സൈസുകളൊന്നും റൺ ചെയ്യിക്കാൻ പറ്റില്ല. അത്രയും ഹെവി കമ്പ്യൂട്ട് വരും. അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് മാത്രമേ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ല, ഒരു 73 ബില്യൺ ഉള്ളത് ചിലപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടൈസ്ഡ് വേർഷൻ ആയിരിക്കും നമ്മൾ ഓൺ ഡിവൈസ് റൺ ചെയ്യിക്കാൻ പറ്റുന്നത്. ലോക്കലായിട്ട് LLMs റൺ ചെയ്യിക്കാൻ ഒലാമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. സോ അതിൽ അത്രയും ഹെവിയർ ആയിട്ടുള്ളത് റൺ ചെയ്യിക്കാൻ പറ്റില്ല. അത്രയും റാമോ കാര്യങ്ങളോ നമ്മുടെ സിസ്റ്റത്തിന് സ്പെക്ക് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അത്രയും പെർഫോമൻസ് ഇവിടെ റൺ ചെയ്യിക്കാൻ പറ്റില്ല. സോ CNN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാറ്റേൺസ് സെൽഫായിട്ട് ലേൺ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇമേജ് റെക്കഗ്നിഷൻ ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഡിറ്റക്ഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ പാറ്റേൺസ് ആ ലെയേഴ്സിൽ ലേൺ ചെയ്യുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നില്ലേ, ഒരിക്കലും അത് റിജിഡ് ആയിട്ടുള്ള ഒരു റൂൾ സിസ്റ്റം വെച്ചിട്ടല്ല അത് ഫൈൻഡ് ചെയ്യുന്നത്, ആ ലെയേഴ്സിൽ അത് ലേണിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ഡിവൈസ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടി CNN ആയിരിക്കും ബെറ്റർ. ഓക്കെ, നമുക്ക് ആ ഒരു സൈസിൽ റൺ ചെയ്യിക്കാനും പറ്റും. അതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ടാണ് അത് റീഡിങ്സ് എടുക്കുന്നത്. പക്ഷേ ഇത് സൈസ് കൂടുതലായതുകൊണ്ട് കമ്പ്യൂട്ട് അത്രയും വരും, ഹെവി ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ആണ് വരിക. വിഷൻ ട്രാൻസ്ഫോമേഴ്സ് പീക്ക് അക്യുറസി അറ്റ് സ്കെയിൽ സ്ട്രോങ് ക്യാൻ എഡ്ജ് എഹെഡ് വിത്ത് ഇനഫ് ഡാറ്റ. ഒരുപാട് ഡാറ്റ ഉണ്ട്, ഇനഫ് ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിഷൻ ട്രാൻസ്ഫോമേഴ്സ് ആണ് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ. അതുകൊണ്ടാണ് ഫ്രണ്ടിയർ മോഡൽസിലൊക്കെ ജെമിനിയുടെ മോഡൽസിലൊക്കെ ഈ ഒരു വിഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ജെമിനിയുടെ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മൾട്ടി ഹെഡ് അറ്റൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പാർട്ട് ടെക്സ്റ്റിൻ്റെ ഇത് ഹാൻഡിൽ ചെയ്യും. ട്വിൻ ടവർ ആർക്കിടെക്ചർ എന്ന് പറയും, ട്വന്നിൻ്റെ അതായിരുന്നു. ട്വിൻ ടവർ ആർക്കിടെക്ചർ എന്ന് പറയും. ഒരു സൈഡിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യും, ഒരു സൈഡിൽ ഈ ഒരു വിഷൻ്റെ ആക്ടിവിറ്റീസ്, അതിൽ വീഡിയോസും ഇതും എല്ലാം കൂടി വരും. ഓക്കെ, സോ അത് ആ ഒരു ഹെവിനെസ് അത്ര എന്താ അറിയില്ല, പക്ഷെ ഒരുപാട് കമ്പ്യൂട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ കുഴപ്പമില്ല. Then the most significant trend by 2026 is in one architecture winning, it's hybrid designs. അതാണ് ഈ ഒരു ട്വിൻ ടവറൊക്കെ ആർക്കിടെക്ചറാണ്, ലൈക്ക് കോൺവെക്സ് നെറ്റ് ആൻഡ് കോആർഡിനേറ്റ്. ദാറ്റ് ഈസ് കൺവല്യൂഷണൽ ലെയേഴ്സ് ഫോർ എഫിഷ്യൻറ്റ് ലോക്കൽ ഡീറ്റെയിൽ ആൻഡ് ട്രാൻസ്ഫോമർ സ്റ്റൈൽ അറ്റൻഷൻ ഫോർ ഗ്ലോബൽ റീസണിങ്. സോ ഈ LLMs അതിൽ യൂസ് ചെയ്യുന്ന ഈ VAT എന്ന് പറയുന്നത് കൂടുതലും റീസണിങ്ങിനായി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ ഫൈൻഡിങ്സ് ആണ് CNN യൂസ് ചെയ്യുന്നത്, എന്താണ് ആ ഒരു എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ. പക്ഷെ മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് റീസൺ ചെയ്യുക അങ്ങനത്തെയൊക്കെ ഇല്ലേ. ഇപ്പോൾ ക്യാപ്ഷൻ കൊടുക്കുക, എന്താണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്യാപ്ഷൻ കൊടുക്കുക. സോ അത് CNN ചെയ്യണേക്കാട്ടിലും ബെറ്ററായിട്ട് ഈ ഒരു ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിലാണ് ചെയ്യുക. കാരണം അത് അതിന് വേണ്ടി ട്രെയിൻ ചെയ്തതാണ്. സോ അതാണ് ഇപ്പോൾ അത് പോപ്പുലറായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റേതിന് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ അത്ര എഫിഷ്യൻ്റായിട്ട് അത്രയും ട്രെയിനിങ്ങും ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഹെവി ഡാറ്റ അപ്പുറത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും എക്സൽ ചെയ്യുന്നത്. വിഷൻ ട്രാൻസ്ഫോമേഴ്സ് ആണ് CNN യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഓൺ ഡിവൈസ് മറ്റേതിൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പ്രൈവസിയുടെ ഇഷ്യൂ ഉണ്ടാവും ചില സ്ഥലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ CNN ഇനഫാണ്. പിന്നെ ചെറിയ ഡാറ്റയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ CNN ആണ് ബെറ്റർ. നമുക്ക് ഹെവി ആയിട്ടുള്ള കമ്പ്യൂട്ടിങ് കൊടുക്കാനില്ല, ഇത്ര കാര്യങ്ങൾ ചെയ്യാനുള്ളൂ, ഒരു മീഡിയം ലെവൽ ഡാറ്റ സെറ്റൊക്കെ ഉള്ളെങ്കിൽ CNN ഇനഫാണ്. അല്ല ഹെവി ആയിട്ടുള്ള ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ സെർവറിൽ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുക. VAT സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റയും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഡാറ്റ കൊടുത്താൽ പോലെ. Recent large-scale surveys conclude hybrid CNN VAT architectures typically offer the best balance of accuracy. So നമുക്ക് ആ ഫൈൻഡിങ്ങും വേണം, റീസണിങ്ങും വേണം. ആ ഒരു ടൈമിലാണ് ഒരു ഹൈബ്രിഡ് ആർക്കിടെക്ചർ യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് data efficiency and compute cost, making them the pragmatic starting point for most real production systems today.
So where CNNs works right now. So medical imaging, CNNs analyze MRI and CT scans for tumor detection, segmentation, and even predicting molecular characteristics of tumors non-invasively, supporting radiologists rather than replacing their judgment. നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻസ് യൂസ് ചെയ്യില്ലേ. ഇൻവേസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്കിന്നൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഫൈൻഡ് ചെയ്യുന്നതിനാണ് നീഡിൽസ് ഒക്കെ യൂസ് ചെയ്യില്ലേ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക്. ആ ഒരു ടൈപ്പാണ് ഇൻവേസീവ്. നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സർജറി കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് റീഡ് ചെയ്യുന്ന ഈ MRI അങ്ങനത്തെ സംഭവങ്ങളുണ്ടാകും. അത് വെച്ചിട്ട് ഒരു പാറ്റേൺസ് ഫൈൻഡ് ചെയ്യുക, ഡിറ്റക്ഷൻ ചെയ്യുക. അതിൽ ഈ ഒരു CNNs ബെറ്ററാണ്. ദെൻ വൈഡ്ലി യൂസ്ഡ് അക്രോസ് സെഗ്മെൻറ്റേഷൻ, ലെസിയൻ ഡിറ്റക്ഷൻ ആൻഡ് പ്രോഗ്നോസിസ് പ്രഡിക്ഷൻ. സോ ഡിഫറെൻറ്റ് ഇപ്പോൾ കമ്പ്യൂട്ടർ വിഷൻ്റെ കുറേ സംഭവങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്സലായിട്ട് വരുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കമ്പ്യൂട്ടർ വിഷനിൽ ചെയ്യുന്നത്, റിയൽ ടൈം ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ. ദെൻ ഓട്ടോണോമസ് വെഹിക്കിൾസിൽ understanding the road in real time, camera feeds are processed frame by frame to detect pedestrians, other vehicles and lane markings and traffic signs. So റോബോ ടാക്സീസും ഒക്കെ ഇല്ലേ, വേമോ ഇറങ്ങിയിട്ടുണ്ടോ അറിയില്ല, ടെസ്ലയുടെ ടാക്സീസൊക്കെ ഇല്ലേ. സോ അതിൽ കുറേ CNN-ൻ്റെ ഇത് വരുന്നുണ്ട്, പിന്നെ ഈ കമ്പ്യൂട്ടർ വിഷൻ്റെ കുറേ വരുന്നുണ്ട്. സോ ഇത് ഓൾറെഡി ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് അതിൻ്റെ ബാക്കിൽ വരുന്നത്, ഈ CNN-ൻ്റെ ആർക്കിടെക്ചർ. ആൻഡ് ഇതിൽ ഈ കുറേ ഡാറ്റ കൊടുത്തിട്ടുണ്ടാവും. ആ ഡാറ്റ റീഡ് ചെയ്യും, പിന്നെ ഇതിനനുസരിച്ചിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങും കൊടുക്കും. സോ ഇത് റിവാർഡ് ബേസ്ഡ് സിസ്റ്റംസ് കൊടുക്കും, എന്നിട്ട് അത് ലേൺ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൾക്കാർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. പിന്നെ സിഗ്നൽസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എവിടെ ഡ്രോപ്പ് ചെയ്യണം, എവിടെ ഓപ്പൺ ചെയ്യണം. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഓൾറെഡി ട്രെയിൻഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗും കൂടി യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മിസ്റ്റേക്സ് ഉണ്ടാവും സർട്ടൺ കണ്ടീഷൻസിൽ, ഓഡ് കണ്ടീഷൻസിൽ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ഈ മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ മാക്സിമം സെക്യൂർഡ് ആയിട്ടേ അത് പ്രൊഡക്ഷനിൽ വരുള്ളൂ. സോ സെക്യൂരിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി, അൺലോക്കിംഗ് ഫോൺസ്, വെരിഫൈങ് ഫേസസ്. നമ്മുടെ സിസ്റ്റം അൺലോക്ക് ചെയ്യുന്ന ഇതൊക്കെ ഇല്ലേ, ഫേസ് റെക്കഗ്നിഷനൊക്കെ, അത് ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. വേറെയും ആർക്കിടെക്ചേഴ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രം അൺലോക്കിംഗ് എ സ്മാർട്ട് ഫോൺ ടു എയർപോർട്ട് ഐഡൻറ്റിറ്റി ചെക്സ്, CNNs ലേൺ ടു റെക്കഗ്നൈസ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫേഷ്യൽ ഫീച്ചേഴ്സ് റോബസ്റ്റ്ലി അക്രോസ് ലൈറ്റിംഗ്. നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഒരു മെഷ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രിഡ്. അതൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അതിൻ്റെ വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ. ദെൻ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്പോട്ടിംഗ് ക്രോപ്പ് ഡിസീസ് ഫ്രം ദി സ്കൈ. സോ അത് ഒരുപാട് ക്രോപ്സ് ഇങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് മാനുവലി ഓരോന്ന് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ഇപ്പോൾ ഡ്രോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രോൺ യൂസേജിലൊക്കെ കുറേയൊക്കെ CNN യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സാറ്റലൈറ്റ് ഇമേജറിയിൽ കുറേയൊക്കെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാനുവലി അങ്ങനെ പോയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിന്ന് ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ഷനും ഇതൊക്കെ അതുവഴി ചെയ്യാൻ പറ്റും. റീസെൻറ്റ് സ്റ്റഡീസ് റിപ്പോർട്ട് എന്തിൻ്റെ CNN യൂസ് ചെയ്യുന്നുണ്ടോന്നോ? ഞാൻ വിഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് പോലെ. അത് ഇതിലല്ല, വേറൊരു പ്രൊജക്റ്റ്, ഒരു ഡീപ്പ് ലേണിങ്ങിൻ്റെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഡീപ് ഫേക്ക് ഡിറ്റക്ഷൻ ഇല്ലേ, അതിൽ വിഷൻ ട്രാൻസ്ഫോമേഴ്സ് കുറച്ചുകൂടി റീസണിങ് ഉണ്ടായിരുന്നു. എനിക്കതിൽ ഡീപ്പ് ഫേക്കിൽ നമുക്കത് ജസ്റ്റ് ഡീപ്പ് ഫേക്കാന്ന് ഡിറ്റക്ട് ചെയ്താൽ പോരാ, അത് ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. അങ്ങനത്തെ മോഡൽസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റീസണിങ്ങും കൂടി വേണമായിരുന്നു, എന്താണ് ഫേക്കാണെന്ന് പറയാനുള്ള റീസൺ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, ജസ്റ്റ് ഫേക്കാന്ന് പറയല്ല, ഫേക്കാന്ന് പറയാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഫേക്കാന്ന് പറയാം, അല്ലെങ്കിൽ ഫേക്ക് അല്ല എന്ന് പറയാം.
അപ്പോൾ മോഡൽ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ബയാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ റീസണിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് ഫേക്ക് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് വിഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ അതിൽ പ്രീ ട്രെയിൻഡ് മോഡൽസ് ആണ് യൂസ് ചെയ്തായിരുന്നത്. പക്ഷെ അത് ആക്യുറസി എന്ന് പറഞ്ഞിട്ട് ഒരു 70-75 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഏറ്റവും ബെറ്റർ മോഡൽസിൽ വരെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അത് മാനുവലി ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ് ആവും. അപ്പോൾ CNN യൂസ് ചെയ്തിട്ട് ഡിറ്റക്ഷൻ ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടി ഹൈബ്രിഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യാം. And catching defects humans miss on production lines, CNN scan components at high speed, flagging microscopic cracks, misalignments or surface detects far faster than manual inspection. അപ്പോൾ നമ്മളന്ന് ഈ ഒരു ANN എന്തോ പറഞ്ഞപ്പോൾ ഈ ക്രോപ്സൊക്കെ നല്ല ക്രോപ്സും ഉണ്ടാവും, നല്ല ക്വാളിറ്റി ഉള്ള ക്രോപ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഫ്രൂട്ട്സും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് ഉണ്ടാവും. അത് ഈ ഒരു ഇമേജ് ഡിറ്റക്ഷൻ വഴി റിയൽ ടൈം ചെയ്യാൻ പറ്റും. സോ നല്ലത് മാത്രം ഒരു ഇതിൽ സെപ്പറേറ്റ് ചെയ്യുക, ബാക്കി ഒരു ക്വാളിറ്റി കുറഞ്ഞത് സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനത്തെ ടാസ്കിനൊക്കെ ഇതിൽ യൂസ് ചെയ്യും. ദെൻ എർത്ത് ഒബ്സർവേഷൻ, സാറ്റലൈറ്റ്സിലൊക്കെ യൂസ് ചെയ്യും. സാറ്റലൈറ്റ് ഇമേജറി ഈസ് ക്ലാസിഫൈഡ് ഫോർ ലാൻഡ് യൂസ്, ഡീഫോറസ്ട്രേഷൻ ട്രാക്കിംഗ്, വൈൽഡ് ഫയേഴ്സ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് മാനുവലി അതെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. സോ ഇതിൽ എവിടെയെങ്കിലും ഡിറ്റക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അലേർട്ട് സിസ്റ്റംസ് വെച്ചിട്ട് നമുക്ക് റിയൽ ടൈം അങ്ങനെ അലേർട്ട് സിസ്റ്റംസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രഫാന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. ഗ്രഫാന മോണിറ്ററിങ് ഡാഷ്ബോർഡ് പോലെ തന്നെയാണ്. സോ റിയൽ ടൈം ഇങ്ങനെ ഈ ഡാറ്റ എടുത്തിട്ട് എല്ലായിടത്തെയും ഡാറ്റ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിൽ അലേർട്ട് ചെയ്യാൻ പറ്റും. സോ ഗവൺമെൻറ്റ്സൊക്കെ ഇങ്ങനത്തെ വേറെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിലെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത് എല്ലായിടത്തും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ ഡിറ്റക്ഷൻ സിസ്റ്റംസും ഈ ഡാഷ്ബോർഡും കണക്റ്റഡ് ആയിരിക്കും. സോ ഈ കണക്റ്റ് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇങ്ങനത്തെ വൈൽഡ് ഫയേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു അലേർട്ട് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ അങ്ങനെ വരും. സോ ഡിറ്റക്ഷനും അങ്ങനെ നടക്കും, അതിൻ്റെ കൂടെ ഈ ഒരു അലേർട്ടിങ്ങും നടക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇതിൽ ഇപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ളത് മാത്രമേ കാണിക്കാൻ ടൈമുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ പ്രോജക്ട്സ് കാണിച്ചു തരാം. ഓക്കെ, ചെയ്തു വെച്ചത്. സോ ഇതാണ് അതിൻ്റെ ബേസായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തൊരു ഡാറ്റ സെറ്റ്. ഇന്നലെ MNIST എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഡിജിറ്റ്സിൻ്റെ ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. സോ ഇത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ആദ്യം ഒരു CNN-ൻ്റെ ഒരു 2-3 മോഡൽസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ ട്രൈ ചെയ്തത് ലേണറ്റ് 5 യാനിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോഡലിൻ്റെ അതായിരുന്നു. സോ ഒറിജിനൽ പ്രൂവിങ് ഗ്രൗണ്ട് വാസൻറ്റ് എ റിസർച്ച് ക്യൂരിയോസിറ്റി. It was reading a real handwritten digits on real bank checks and postal zip codes at commercial scale in the 1990s. ഒരുപാട് ഇങ്ങനെ ചെക്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ ഒരു ടൈമിൽ ആ ചെക്കിലുള്ള എമൗണ്ട്, ഡിജിറ്റ്സ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ CNN യൂസ് ചെയ്തിട്ട് ലേണറ്റ് 5 എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ രണ്ടും പറ്റും. അതാണ് OCR-ഉം ഇതും ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് പറയും. സോ അതും ഇതിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ OCR-ന് കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് അങ്ങനെ വരും. കാരണം നമുക്ക് ഈ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യില്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് OCR ടൈപ്പ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക ഈ ഡിറ്റക്ഷനൊക്കെ. അപ്പോൾ അതിൽ കറക്റ്റ് ഡാറ്റ എടുത്താലല്ലേ കറക്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഹാൻഡ് റിട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്ററായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഔട്ടും അതിനനുസരിച്ചിട്ട് മാറും. അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു. So the data set above MNIST contained 60,000 training images and 10,000
test images of digits 0 to 9. It became the hello world of deep learning. Every new architecture is still sanity checked against it. The best modern CNNs now misclassify fewer than 0.25% of MNIST digits, better than the roughly 2.5% error rate of an average human doing the same task. So ഹ്യൂമൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഇത് ചെയ്യുക. ഒരു 0.25% ഒക്കെയാണ് എറർ റേറ്റ് വരുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി ഭയങ്കര ലോ ആണ്, അത്രയും ബെറ്ററുമാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡീപ്പ് ലേണിംഗ് ടാസ്ക് ബെറ്ററായിട്ട് ഈ ഒരു ആർക്കിടെക്ചർ ചെയ്തായിരുന്നത്. അതിൻ്റെ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് പുതിയ ആർക്കിടെക്ചേഴ്സൊക്കെ വന്നത്. And what CNNs still get wrong or struggle: adversarial fragility. Tiny pixel changes invisible to the human eye can make CNN confidently misclassify an image, a reminder that it doesn't see quite the way we do. So അത് ബെറ്ററായിട്ട് അങ്ങനെ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യുമെങ്കിലും ചില പാറ്റേൺസ് അത് മിസ് ചെയ്യാം. ടൈനി ചേഞ്ചസ് പിക്സൽസിൽ വന്നിട്ടുണ്ടെങ്കിൽ മിസ്ക്ലാസിഫൈ ചെയ്യാനും ചാൻസ് ഉണ്ട്. നമുക്കത് മാനുവലി പോസിബിൾ അല്ലെങ്കിലും ഈ എത്ര ഡീപ്പായിട്ട് പോലും ചിലപ്പോൾ സ്ലൈറ്റ്ലി ഒരു പിക്സൽ വാല്യൂ ചേഞ്ച് ചെയ്തു എന്ന് വയ്ക്കുക, ഓൾറെഡി ലേൺ ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിന് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രഗിൾ ചെയ്യും. ആൻഡ് ഡാറ്റ ഹങ്കർ. സ്ട്രോങ് പെർഫോമൻസ് ടിപ്പിക്കലി റിക്വയർസ് തൗസൻഡ്സ് ടു മില്യൺസ് ഓഫ് ലേബിൾഡ് എക്സാമ്പിൾസ്. കാരണം നമ്മൾ ആ ഒരു ഡോഗിൻ്റെ കേസ് പറഞ്ഞില്ലേ, ആ ഡോഗിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഒരുപാട് എക്സാമ്പിൾസ് അതിന് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതിന് അത്രയും ഇനഫ് ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഡാറ്റ കൊടുത്തിട്ട് ഇതാണ് ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ടൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന് ഒരുപാട് പാറ്റേൺസ് അങ്ങനെ കിട്ടണം, എക്സാമ്പിൾസ് ലേബിൾസ് ആയിട്ട് അങ്ങനെ കിട്ടണം. കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി ട്രെയിൻഡ് ആയിരിക്കും, പക്ഷേ അത്രയും ഇനഫ് ഡാറ്റ അതിന് കിട്ടണം. An inherited bias. A network trained on unrepresentative data reproduces those same blind spots and imbalances it in its predictions. For example പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്തിരുന്ന പ്രൊജക്റ്റിൽ ഡീഫേക്കും AI ജനറേറ്റഡും ഡിഫറെൻ്റ് ആണ്. ഡീഫേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫേസ് സ്വാപ്പ് ചെയ്യുന്നത് കൈൻഡ് ഓഫ് തിങ്സ് ആണ് അതിൽ വരുന്നത്. ഒരാളുടെ വോയിസ് ചേഞ്ച് ചെയ്യുക, അതിൻ്റെ ആക്ഷൻസ് ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ ഒക്കെയാണ് വരുന്നത്. AI ജനറേറ്റഡ് എന്ന് പറയുമ്പോൾ സ്ക്രാച്ചിൽ നിന്ന് അത് ബിൽഡ് ചെയ്തിട്ട് ഒരു ഫോർമാറ്റിൽ തരുന്നതാണ്. സോ ഞാൻ ഡീഫേക്ക് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ AI ജനറേറ്റഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റോങ് ആയിട്ടുള്ള പ്രൊഡിക്ഷനാണ് തരിക. അതിന് ഡീഫേക്കിൻ്റെ തന്നെ. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരേപോലെ അല്ലേ എന്ന് തോന്നും. രണ്ടും രണ്ട് ടൈപ്പാണ്. അപ്പോൾ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റിൽ അതിൻ്റെ ചിലപ്പോൾ കുറച്ച് ഇപ്പോൾ ഒരു 50% ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഈ ഫേസ് വാക്ക് എന്നൊക്കെ പറയുന്നത് ഇതിലും ഏകദേശം ആ ഒരു ക്ലാരിറ്റിയിൽ ജനറേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതേപോലത്തെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു 50% കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും. പക്ഷെ ഒരിക്കലും ഇത് രണ്ടും ഒരേ സാധനമല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡീഫേക്കിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച ഒരു സാധനം കൊണ്ടുവന്നിട്ട് AI ജനറേറ്റഡ് ഡിറ്റക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റേതിൻ്റെ ട്രേറ്റ്സ് മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ CNN ഒരു സ്പെസിഫിക് ടാസ്കിന് ട്രെയിൻ ചെയ്യിപ്പിച്ച ഒരു മോഡൽ, അതല്ലാണ്ട് ചെറിയ ചേഞ്ച് ഉള്ള ഒരു ടാസ്കിന് കൊടുത്താലും അത് ആദ്യം ട്രെയിൻ ചെയ്തത് വെച്ചിട്ടാണ് പ്രൊഡിക്റ്റ് ചെയ്യുള്ളൂ. ഇതിന് ഡാറ്റ കൊടുക്കണത് എങ്ങനെയായിരിക്കുള്ളൂ ലേൺ ചെയ്യാനായിട്ട്? നമ്മൾ ലേബൽസ് ആയിട്ട്, ഇമേജസ് ആയിട്ട് ഡിഫറെന്റ് ഇമേജസ് അതിന് കൊടുക്കും ഡീപ്ഫേക്ക് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെയാണോ? ഇത് കാണുന്നില്ലേ ആ CNN പ്രഡിക്ഷൻ ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കൊടുക്കും. ഓക്കെ, അത് ആ പാറ്റേൺസ് ലേൺ ചെയ്യും. ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിങ്സിൻ്റെ ഇമേജസ് തന്നെ അവിടെ കൊടുക്കണം. ഉണ്ടോ? ജസ്റ്റ് റാൻഡമായിട്ട് നമ്മ എന്താണ് ഈ സെലക്ട് ചെയ്ത് ഇങ്ങനെ കുറെ ഫോട്ടോ കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് ഉണ്ട് ഇങ്ങനത്തെ ഫോട്ടോ കൊടുക്കണം? അത് എത്ര ബെറ്റർ ആണോ അത്രയും നല്ലതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോയ്സി ഡാറ്റ കൊടുക്കുന്നതും ക്ലീൻഡ് ഡാറ്റ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ റാൻഡംലി നമ്മളിങ്ങനെ ഇപ്പോൾ AI ജനറേറ്റഡ് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മോഡൽ ലേൺ ചെയ്യുന്നത് ആ AI ജനറേറ്റഡിൻ്റെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് ഒരു ട്രീ എന്ന് പറയുന്നത്
കൂടുതൽ AI ജനറേറ്റഡ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ട്രീ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സ്ട്രഗിൾ വരും. അപ്പോൾ റിയൽ ട്രീസ് തന്നെ അതിന് കാണിച്ചു കൊടുക്കണം. കൊടുക്കുന്ന ഡാറ്റയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാവും പ്രൊഡിക്ഷൻസ്. സോ ഡാറ്റ ഇനഫ് അല്ല എന്നുണ്ടെങ്കിൽ അണ്ടർ ഫിറ്റിംഗ് വരും, ആൻഡ് ചില കേസിൽ ഓവർ ഫിറ്റിംഗ് വരും. അങ്ങനെയൊക്കെ മൗണ്ടൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡിഫറെൻറ്റ് മൗണ്ടൈൻസ് ഉണ്ട്. ഇപ്പോൾ ആദ്യത്തേത് സോ ഡിഫറെൻറ്റ് മൗണ്ടൈൻസ് ആണ് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഈ ഇത്ര ഇതിൽ കൊടുക്കണമെന്നുണ്ടെന്ന് ശരിക്കും എല്ലാനും മറ്റേ Size 1 by ആണോ? 1 അങ്ങനെ കൊടുക്കണോ? 1 by 1 മീൻസ് ഈ സ്ക്വയർ ആയിട്ടാണല്ലോ വെച്ചാൽ ഇത് റേഷ്യോ കൊടുത്തേക്കണത്, അങ്ങനെ ഇത് കൊടുക്കണം. ആ മോഡലിന് ഓൾറെഡി ഇപ്പം പല റേഷ്യോയിലായിരിക്കും ഇമേജ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു മോഡൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു 224x224 എന്ന് പറഞ്ഞിട്ടുള്ള പിക്സൽ സൈസിലായിരിക്കും. അപ്പോൾ ആ ഒരു പിക്ചർ സൈസിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസ് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമേജ് 720x720 ആ ഒരു ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് 224 മാത്രമാണ് ഈ ഇമേജ് കറക്റ്റായിട്ട് പ്രൊഡിക്ഷൻ ചെയ്യുള്ളൂ, റെക്കഗ്നിഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു ടൈപ്പിലാണ് ഇത് ട്രെയിൻ ചെയ്ത് വന്നേക്കണത്. അപ്പോൾ അവർ വേറൊരു ടൈപ്പിൽ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ലേബലിങ് ഇതിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇതിലിപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് എടുത്തിട്ടാവും കൊടുക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ അത് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാറ്റേൺസ് കൊടുക്കണമെന്നുള്ളൂ. ഈ ഒരു ടൈപ്പിൽ ആനോട്ടേഷൻ ചെയ്തിട്ട് കൊടുക്കണമുണ്ട്. ആനോട്ടേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ക്യാച്ച് ചെയ്യുന്നതാണ്, ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. സോ അത് റീസണിങ്ങിനായിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. And black box reasoning. It's often hard to explain exactly why a CNN made a decision. A real concern is medical or legal context where accountability matters. ഇപ്പോൾ CNN പ്രൊഡിക്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രം അത് അക്യുറേറ്റ് ആവണമെന്നില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹ്യൂമൻ എക്സ്പേർട്സിൻ്റെ ഒന്നും കൂടി വരുന്നത്. ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ആ ഒരു സിവിയർ ആയിട്ടുള്ള ഡിസീസ് അത് ഉണ്ട് എന്ന് പ്രൊഡിക്റ്റ് ചെയ്ത് നോക്കിയാൽ ഈ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട്. ബട്ട് ഒരു ഹ്യൂമൻ എക്സ്പേർട്ടിന് അത് റീസൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ടെസ്റ്റുകൾ എടുക്കണം. പക്ഷെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യണേക്കാട്ടിലും ക്യാൻസറിൻ്റെ സിംറ്റംസോ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഇതായിരിക്കും ബെറ്റർ. പക്ഷെ അത് ക്രോസ് ചെക്ക് ചെയ്യണം. ക്രോസ് ചെക്ക് ചെയ്യാണ്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം. ഈ ഒരു മോഡലിന് ചിലപ്പോൾ അതിൻ്റെ ലേണിങ്സ് വെച്ചിട്ടാണ് അത് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇന്നയാൾക്ക് ഇന്ന ഒരു സിംറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജിങ്ങിൽ ക്യാൻസറിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു ടൈമിൽ ഇതിൽ മിസ്ക്ലാസിഫിക്കേഷൻ വരാനും ചാൻസ് ഉണ്ടല്ലോ. സിസ്റ്റമാണ് ചെയ്യുന്നത്, ബട്ട് നമ്മളെക്കാട്ടിലും ബെറ്ററായിട്ട് ചെയ്യും. പക്ഷെ നമുക്ക് അതിനൊരു റീസണിങ്ങിനുള്ള ഇത് കിട്ടുന്നില്ല. അതാണ് പാറ്റേൺസ് ലേൺ ചെയ്യുന്ന പറഞ്ഞാലും അതെന്ത് പാരാമീറ്റേഴ്സും ക്വാളിറ്റി ഓഫ് ഡാറ്റ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് പ്രൊഡിക്ഷൻ ചെയ്യുന്നത്. ഇതിപ്പോ നേരത്തെ കാണിച്ചത് എന്തിൻ്റെയാണ്? ഈ ട്രീ ഫോറസ്റ്റ് അങ്ങനത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ളതാണോ? ഇത് ഏത് ടൈപ്പാണ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കില്ലേ, അപ്പോൾ അത് ഏത് ടൈപ്പാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്ത ഒരു ടേംസ് ആണ് കൺവല്യൂഷൻ, സ്ലൈഡിങ് എ സ്മോൾ ഫിൽറ്റർ അക്രോസ് ആൻ ഇമേജ്. സോ ഒരു 3x3 ആ ഒരു ഇതിൽ ഒരു സ്മോൾ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിട്ട് ഓരോ പാർട്ടായിട്ട് ചെക്ക് ചെയ്യും. അതാണ് കൺവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി പിക്സൽസ് ദ ഫിൽറ്റർ മൂവ്സ് ബിറ്റ്വീൻ ഈച്ച് സ്റ്റെപ്പ്. സോ എത്ര പിക്സൽസ് ആണ് അത് ചേഞ്ച് ചെയ്യിപ്പിക്കേണ്ടത്, 1 പിക്സലാണോ 2 പിക്സൽ വെച്ചിട്ടാണോ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത്. ദെൻ kernel or filter, the small grid of numbers that defines the pattern is being searched for. അപ്പോൾ നമ്മൾ CNN അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ ഇമേജോ അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ പിക്സൽസ് അല്ല ചെക്ക് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഓഫ് ഇമേജസ്, ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പിക്സൽസ് ആണ് സെലക്ട് ചെയ്യുക. അതാണ് കേർണൽ അല്ലെങ്കിൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫീച്ചർ മാപ്പ്, ദ ഔട്ട്പുട്ട് ഗ്രിഡ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ എ ഫിൽറ്റർ ദാറ്റ് സ്കാൻ ദ ഹോൾ ഇമേജ്. സോ ആ ഒരു ഹോൾ ഇമേജ് സ്കാൻ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ഗ്രിഡ് പ്രൊഡ്യൂസ് ചെയ്യും ഈ നമ്പേഴ്സും ഇതൊക്കെ ആയിട്ട്. അതാണ് ഫീച്ചർ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ പാഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എഡ്ജസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു സ്മൂത്തൻ്റെ ഏരിയ ഒരു സീറോൻ്റെ കുറച്ച് റേഞ്ചിൽ കുറച്ച് വാല്യൂസ് ചേഞ്ച് ചെയ്ത് വെക്കും, എഡ്ജസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ. അതാണ് പാഡിങ്. എ തിൻ ബോർഡർ ഓഫ് 0 പിക്സൽസ് ആഡഡ് സോ ഫിൽറ്റേഴ്സ് ക്യാൻ പ്രോപ്പർലി കവർ ദ എഡ്ജസ്. പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷ്രിങ്കിങ് എ ഫീച്ചർ മാപ്പ് ബൈ കീപ്പിംഗ് ഓൺലി ദ സ്ട്രോങ്സ്റ്റ് വാല്യൂ ഇൻ ഈച്ച് സ്മോൾ റീജിയൻ. സോ ആ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള നേരത്തെ പറഞ്ഞ പോലെ മാക്സോ ആവറേജോ മിന്നോ ഒക്കെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അവർ കേർണൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആവറേജോ മാക്സോ ഒക്കെ അപ്ലൈ ചെയ്യും, എന്നിട്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പിക്സൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വാല്യൂ യൂസ് ചെയ്യും. സോ റെസെപ്റ്റീവ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റീജിയൻ ഓഫ് ദി ഒറിജിനൽ ഇമേജ് ദാറ്റ് a given neuron's output is influenced by. ആൻഡ് റെയിലു ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് ഏത് വാല്യൂസ് പാസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇമേജസിൽ കൂടുതലും ആ പിക്സൽസിൻ്റെ വാല്യൂസ് ആണല്ലോ അവർ, അപ്പോൾ ആ വാല്യൂസ് പാസ് ചെയ്യാനാണ് റെയിലു എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ സ്വിച്ച് ദാറ്റ് കീപ്സ് പോസിറ്റീവ് സിഗ്നൽ ആൻഡ് സീറോസ് ഔട്ട് നെഗറ്റീവ് സിഗ്നൽ. ഫുള്ളി കണക്റ്റഡ് ലെയർ, ഡെൻസ് ലെയേഴ്സ്. A layer where every neuron considers every input used near the end to make the final decision. സോ ഇത് ഫസ്റ്റ് തന്നെ കണക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് വരും. നമ്മളെങ്ങനെ പാരാമീറ്റേഴ്സ് നോക്കിയായിരുന്നു? ഇപ്പോൾ ഇന്നലത്തെ കേസിൽ 51x32 എന്ന് പറഞ്ഞിട്ട് കൊടുത്തായിരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പിക്സലും ഒരു ഫീച്ചറായിട്ട് എടുക്കണം. അപ്പോൾ ഇപ്പോൾ 720 ഇൻറ്റു സം കൈൻഡ് ഓഫ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് പിക്സൽസ് ഇൻപുട്ടിൽ കൊടുക്കണം. അത് ഓരോ ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ എപ്പോച്ചിലും അത്രയും കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫൈനൽ ലെയറില്ലേ, ഫൈനൽ ലെയറിൻ്റെ അവിടെ മാത്രം ഈ ഒരു ഫുള്ളി കണക്റ്റഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഔട്ട് ഇപ്പോൾ സിഗ്മോയിഡ് ആണെന്നുണ്ടെങ്കിൽ 1-ലല്ലേ വരിക. അപ്പോൾ ഫൈനൽ ലെയറിന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഷൻ അങ്ങനെ വേസ്റ്റേജ് ആവുന്നില്ല. സോഫ്റ്റ് മാക്സ് മൾട്ടി ക്ലാസ് വരുമ്പോഴാണ് സോഫ്റ്റ് മാക്സ് യൂസ് ചെയ്യുക. കൺവേർട്സ് റോ ഔട്ട്പുട്ട് സ്കോർസ് ഇൻ ടു ക്ലീൻ പ്രോബബിലിറ്റീസ് ദാറ്റ് ആഡ് അപ്പ് ടു 100%. സിഗ്മോയിഡ് ആ ഒരു പ്രോബബിലിറ്റിയുടെ പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 3 ടൈപ്പ് ഉണ്ടെന്ന് വയ്ക്കുക. ഗ്രേറ്റർ ദാൻ 2 ആണ് മൾട്ടി ക്ലാസ് വരുന്നത്. ബൈനറി എന്ന് പറയുമ്പോൾ 2, ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, ബേർഡ് ഉണ്ട്, 3 എണ്ണമായി. അപ്പോൾ അതിൽ ക്യാറ്റ് വരാൻ എത്ര പ്രോബബിലിറ്റി ഉണ്ട്, ഡോഗ് വരാൻ എത്ര പ്രോബബിലിറ്റി ഉണ്ട്, ബേർഡ് വരാൻ എത്ര പ്രോബബിലിറ്റി ഉണ്ട്, എന്നിട്ട് അതിൽ ഹയർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. ദെൻ എപ്പോച്ച് 1 കംപ്ലീറ്റ് പാസ് ഓഫ് ദി നെറ്റ്വർക്ക് ത്രൂ ദി എൻ്റയർ ട്രെയിനിങ് ഡാറ്റാ സെറ്റ്. എപ്പോച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലത്തെ കസ്റ്റമറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഫുള്ള് 36,000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 36,000 കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു എപ്പോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഓവർ ഫിറ്റിംഗ് വെൻ എ മോഡൽ മെമ്മറൈസസ് ട്രെയിനിങ് എക്സാമ്പിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ് ജനറൽ പാറ്റേൺസ്. സോ ട്രെയിനിങ് ഡാറ്റ മാത്രമാണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇമേജസ് കൊടുത്തതിൽ ആ ഇമേജസ് മാത്രമാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളതെങ്കിൽ അത് പുതിയ ഡാറ്റയിൽ സ്ട്രഗിൾ ചെയ്യും, ടെസ്റ്റിംഗ് ഡാറ്റയിൽ. കാഗിളില്ലേ, അബിയല്ലേ, കാഗിളിൽ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ പോയിട്ട് ഈ ഇൻ്റൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ സെറ്റ് ഉണ്ടാവും. ഇന്റൽ ഇമേജ് അത് സെർച്ച് ചെയ്തെടുക്കും, സിപ്പായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. കാണിച്ചു തരാം. ഡാറ്റ സെറ്റിൽ പോവാം. ഇവിടെ ഇൻ്റൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ആദ്യം ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാവും, ഒരു പുനീത് ബൻസാൽ എന്ന് പറഞ്ഞിട്ട്. ഒരു സെഗ്മെൻറ്റേഷൻ ടെസ്റ്റ്, സെഗ്മെൻറ്റേഷൻ ട്രീ എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. അല്ല, ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. അതിൽ ഒരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, അതിൻ്റെ
ഇപ്പോൾ ആ ബിൽഡിങ്സിന് 0 എന്ന് കൊടുത്തിട്ടുണ്ട്, ഫോറസ്റ്റിന് 1 എന്ന് കൊടുക്കും, ഗ്ലേസിയർ 2. സോ അങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതിൽ ആ ഒരു സെഗ്മെൻറ്റേഷൻ പ്രെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്നർ ഇതുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇമേജസ് ആണ് കൊടുത്തേക്കണമെന്ന് കാണിക്കും. അപ്പോൾ ഇതിൽ 7K + 150 × 150 ഇമേജസ് ആണ്, മീൻസ് പിക്സൽസ് ആണ് അത് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര സൈസ് ചെറുതായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ 150 × 150 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ ഒരു പുനീത് ബൻസാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും. അതിൽ ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്? അത് ടോട്ടലി ഡൗൺലോഡ് ചെയ്യുക, ആ കോഡടക്കം എല്ലാവരും കൂടി. മീൻസ് ഈ മേലെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇല്ലേ, അതിൽ പോവുക, ഡൗൺലോഡ്, ഇവിടെ ഡൗൺലോഡ് ഡാറ്റ സെറ്റ് സിപ്പ് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരണമെന്ന് അറിയില്ല, ചിലപ്പോൾ സിപ്പായിട്ടാവും, ചിലപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത ഫോർമാറ്റിലാവും. എനിക്ക് എക്സ്ട്രാക്ട് ചെയ്ത ഫോർമാറ്റിൽ വരിക, എങ്ങനെ വരുന്നത് നോക്കിയാൽ മതി. കിട്ടിയോ? ആ ഒരു സൈസ് ഒന്ന് ചെക്ക് ചെയ്യണം എത്ര ഉണ്ടെന്ന്.
റിയാക്ട് ചെയ്യാൻ ടൈം എടുക്കണ്ടല്ലോ. നല്ല ടൈം എടുക്കുക. എത്ര നേരം? 5 മിനിറ്റ്. ഏ? 5 മിനിറ്റ്. ആ. ഓക്കെ, അതായിക്കോട്ടെ. ഞാൻ ജസ്റ്റ് ഇതിൽ യൂസ് ചെയ്തേക്കണ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇതിൽ ടാർഗറ്റ് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. വൈ ഇമേജസ് ആർ റീസൈസ് ടു 150x150. നമുക്ക് ആ ഒരു ഇൻപുട്ട് ടോട്ടലി 150 പിക്സൽസ് വെച്ചിട്ടാണ് 150x150 പിക്സൽസ് ആണ് തന്നിരിക്കുന്നത്. കാരണം അത് ആ ഒരു മോഡൽ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ആ ഒരു 150 ബേസ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഈ ഒരു ടാർഗറ്റ് സൈസ് 150 കൊടുക്കുന്നത്. സോ വൈ നോട്ട് യൂസ് ഒറിജിനൽ ഇമേജസ്? ന്യൂറൽ നെറ്റ്വർക്ക്സ് റിക്വയർ എവറി ഇമേജ് ടു ഹാവ് ദി സെയിം ഡയമെൻഷൻസ്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ ചെയ്തതിന് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടാർഗറ്റ് സൈസ് തന്നെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. സപ്പോസ് ദി ഡാറ്റ സെറ്റ് കണ്ടെയ്ൻസ് 180x180, 300x300, 640x480. The CNN cannot process mixed image sizes in one batch. സോ എല്ലാം കൂടി ഒരേ ബാച്ചിൽ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെയിം സൈസ് കൊടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഓരോ ഇമേജസും റീസൈസ് ചെയ്തിട്ട് എടുക്കുന്നത്. ആൻഡ് ഈ സെറ്റ് ഓഫ് മോഡൽ ഈ ഒരു സർട്ടൈൻ ടൈപ്പിൽ മാത്രമേ ട്രെയിൻ ചെയ്തിട്ടുള്ളെങ്കിൽ വേറെ ടൈപ്പിൽ അതിന് സ്ട്രഗ്ലിങ് വരും. അപ്പോൾ അതുകൊണ്ട് റീസൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതാണ് ഈ ഒരു പ്രോസസ്സ് ടാർഗറ്റ് സൈസ് എന്ന് പറഞ്ഞിട്ട്. സോ എന്തുകൊണ്ട് സ്പെസിഫിക്കലി 150 യൂസ് ചെയ്യണം? ദർ ഈസ് നോ മാജിക്കൽ നമ്പർ, ഇറ്റ് ഈസ് എ കോംപ്രമൈസ്. ചില മോഡൽസ് 64x64 ആകും യൂസ് ചെയ്യാം. അതിൽ മാത്രമേ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. 128 യൂസ് ചെയ്യും, ഗുഡ് ഫോർ സിമ്പിൾ ഡാറ്റ സെറ്റ്സിന്. 150 മോർ ടെക്സ്ചർ വൈൽ സ്റ്റിൽ ഫാസ്റ്റ്. കുറച്ചുകൂടി ഹയർ ആവുകയാണെന്നുണ്ടെങ്കിൽ 224 ഉണ്ട്. ഇതൊക്കെ നോർമലി യൂസ് ചെയ്യുന്ന സൈസസ് ആണ്. ഈ ഒരു രീതിയിലാണ് ചെക്ക് ചെയ്യുക. ഞാൻ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 224 കുറേ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ ഒരു രീതി ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് റെസ്നെറ്റ് VGG-യിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ CNN കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിരുന്നു VGG. ഇപ്പോൾ VGG 60 വരെ എന്താണ് വെക്കണം. ആ ഒരു CNN അപ്ഗ്രേഡഡ് ടൈപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് വിഷൻ ട്രാൻസ്ഫോമേഴ്സ് വന്നത്. സോ അതിലൊക്കെ ഒരു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത് 224 ആയിരിക്കും പിക്സൽസ്. ആൻഡ് 512x512 എക്സലൻറ്റ് ഡീറ്റെയിൽസ് ബട്ട് മച്ച് സ്ലോവർ. സോ ഇതിൽ സൈസ് കൂടുന്നുണ്ടായിരുന്നില്ലേ അതിൽ ഇമേജസ് എടുത്തപ്പോൾ. ഇപ്പോൾ നമ്മൾ ആദ്യം ടാബ്ലർ ഡാറ്റ എടുത്തിട്ട് അതിൽ കുറച്ച് സ്ട്രിങ്സ് ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ 1 MB 2 MB അങ്ങനെയൊക്കെ ആയിരുന്നു സൈസ് വന്നിരുന്നത്. മാക്സിമം പോയ 10 MB 12 MB. പക്ഷെ പിന്നെ ആ ഒരു NLPയുടെ കേസ് എടുത്തപ്പോൾ 97 MB എന്തുകൊണ്ടായിരുന്നു ഒരു ഡാറ്റ സെറ്റ്. ടെക്സ്റ്റ് അത്രയും വന്നപ്പോൾ ഇമേജിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി കൂടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് അത്രയും ഡീറ്റെയിലിങ് കൂടുമ്പോൾ അത്രയും ഹെവി ആവുകയാണ്, കമ്പ്യൂട്ടേഷൻ കൂടും. അതാണ് ഡിഫറൻസ്. സോ 512 പിക്സൽസ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജിൻ്റെ സൈസ് കൂടുകയാണ്. ഇപ്പോൾ ഒരു ഇമേജിന് ഇവിടെ എത്ര സൈസ് വരുന്നുണ്ട്? 22.34 ആ റേഞ്ചിലാണ് വരുന്നത്. 14, 6 KB അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇത് 150x150 ഇമേജസ് ആണ്. സോ പിക്സൽ സൈസ് കൂടുമ്പോൾ അതിൻ്റെ സൈസ് കൂടും. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിലെ S22, S23 ആ ഒരു സീരീസൊക്കെ 26 വരെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൊരു ഇമേജ് ഒരു 200 MB ആണ് അതിൻ്റെ മാക്സിമം മെഗാ പിക്സൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ മേ ബി ഒരു 100 MBയുടെ അടുത്ത് വരും ഒരു സൈസ്. അപ്പോൾ നമുക്ക് ആ ഒരു 8K ആ ഒരു ഇതിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അത്രയും സൈസ് ഹെവി ആയിട്ട് വരില്ലേ. അവർ തന്നെയാണ് ഈ പിക്സൽസിൻ്റെ സൈസ് കൂടുമ്പോഴും ഇവിടെയും വരുന്നത്. അപ്പോൾ 64 MP ക്ലിക്ക് ചെയ്യുന്നതും 200 MP ക്ലിക്ക് ചെയ്യുന്ന അത്രയും ഡീറ്റെയിലിങ് കിട്ടും. നമുക്ക് സൂം ചെയ്യുമ്പോൾ ആ ഡീറ്റെയിലിങ് കണ്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് സൈസിലും ഉണ്ടാവും. അത്രയും പിക്സൽസ് അതിൽ സ്റ്റോർ ചെയ്യണം, അതുകൊണ്ടാണ് അത്രയും സൈസ് വരുന്നത്. അപ്പോൾ 8K എന്ന് പറയുമ്പോൾ എത്രയാണ്? 4160 4260 പിക്സൽ ഇൻറ്റു 2420 അങ്ങനെ എന്താണ് പിക്സൽ സൈസ് വരുന്നത്. സോ അത്രയും പിക്സൽസ് ആ ഒരു ഫോട്ടോയിൽ സ്റ്റോർ ചെയ്യണം. അതാണ് സൂം ചെയ്യുമ്പോൾ അതിന് ക്ലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 512 ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് സൈസ് വരും. ദെൻ 150 കീപ്സ് ഇനഫ് ഇൻഫോർമേഷൻ. പറ. ഓക്കെ, പിന്നെ കഴിഞ്ഞോ? ഓക്കെ, ഇതിൽ വരുന്ന സംഭവങ്ങൾ അത് ജസ്റ്റ് നോക്കിയാൽ മതി. അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ VS കോഡിൽ പുതിയ ഫോൾഡർ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യണേ? ഈ ഫോൾഡർ ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഫോൾഡറിലാണ് ഇടുന്നത്. ഈ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറില്ലേ, അതെന്തെങ്കിലും റീനെയിം ചെയ്യുക. ജസ്റ്റ് നിർബന്ധമില്ല, പക്ഷെ റീനെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ആ ഒരു എക്സ്ട്രാക്ട് ചെയ്തത് ഈ ഒരു CNN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിലേക്ക് എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് ഒരു ഫോൾഡറായിട്ടാണ് അവിടെ കോപ്പി ചെയ്ത് വെച്ചത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫോൾഡറില്ലേ, അതിലേക്ക് ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡർ അങ്ങനെ കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ റൂട്ട് മീൻസ് ഈ ഒരു ഡാറ്റ സെറ്റൊക്കെ വരുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്ന ആദ്യത്തെ പേജ്, അതിൽ എന്തെങ്കിലും ഒരു പേരിൽ .ipynb എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നമ്മൾ നേരത്തെ പുറത്താണ് ചെയ്തായിരുന്നത്. ഇതിലിപ്പോൾ ആ ടെസ്റ്റിങ്ങും ഇതൊക്കെ വരുന്നതുകൊണ്ട് ടെസ്റ്റും ട്രെയിനും ഒക്കെ സെപ്പറേറ്റ് ഇങ്ങനെ ഇമേജസ് ആയിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ടിൽ നിന്ന് അത് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല, ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ക്ലൗഡിൽ നിന്നൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ കൊളാബിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പാത്ത് കൊടുത്തിട്ട് ഇമേജസ് എടുക്കില്ലേ, പിന്നെ ഫോൾഡറിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അതേപോലെ ഈ ഒരു കേസിൽ ഇപ്പം അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. അതിൽ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഫോൾഡർ അങ്ങനെ കോപ്പി ചെയ്തിട്ട് വർക്കിംഗ് ഫോൾഡറിലേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു IPYNB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും. ദെൻ why divide every pixel by 255. ഇവിടെ നോക്കുകയാണെന്നുണ്ട് റീസ്കെയിൽ 1.255 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രെയിൻ ഡാറ്റ ആദ്യം റീസെറ്റ് എവിടെ ടാർഗറ്റ് സൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 150x150 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ബാച്ച് സൈസ് എന്ന് പറഞ്ഞിട്ട് ബാച്ച് സൈസാണ് 32 കൊടുക്കുന്നത്. നമ്മൾ ഇൻപുട്ട് സൈസാണ് ന്യൂറോൺസിന് കൊടുത്തായിരുന്നത്. ഇവിടെ ബാച്ച് സൈസാണ്, എത്ര എണ്ണം പ്രോസസ്സ് ചെയ്യണം എന്നാണ് മീൻ ചെയ്യുന്നത്. ദെൻ ക്ലാസ് മോഡ് കാറ്റഗറിക്കൽ, അതെന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ ടൈപ്പ് അല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബിൽഡിങ്സ്, മൗണ്ടെയിൻസ് അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാറ്റഗറിക്കൽ എന്ന് പറയുന്നത്. ഇത് ഏത് കാറ്റഗറിയിൽ പെടണമെന്നാണ് ക്ലാസിഫൈ ചെയ്തെടുക്കേണ്ടത്. ദെൻ സബ്സെറ്റ് ട്രെയിനിങ് എന്ന് സബ്സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നില്ലേ,
അതായത് ട്രെയിനിങ്, വാലിഡേഷൻ, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ 3 നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ദെൻ ടാർഗറ്റ് സൈസ് നേരത്തെ പറഞ്ഞ ഒരു 150 എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. പിക്സൽസ് ഇനഫ് ഇൻഫർമേഷൻ എടുക്കാൻ 150 പിക്സൽസ് ഓക്കെയാണ്. ആൻഡ് ഓൾറെഡി ഇത് 150ലാണ് ട്രെയിൻ ചെയ്തിരിക്കണമെങ്കിൽ റീസൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് 150 ബേസ് ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ക്ലാസ് മോഡ് എല്ലാത്തിലും തന്നെയാണ് വരിക. ദെൻ ടെസ്റ്റിങ് ഷഫിൾ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഇത് ചേഞ്ച് ചെയ്യുന്നില്ല. ആ ഒരു ഇതിൽ സ്റ്റാറ്റിക്കൽ തന്നെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷഫിൾ ചെയ്ത് ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വൈ ഡിവൈഡ് എവറി പിക്സൽ ബൈ 255. റീസ്കെയിൽ 1 ഡോട്ട് ഡിവൈഡ് ബൈ 255. എവറി RGB പിക്സൽ റേഞ്ച് 0 to 255. അതിൽ ഓരോ അത് ഡിവൈഡ് ചെയ്യാനാണ്. ലൈക്ക് 1 ഡോട്ട് ഇപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യുക, ഇൻറ്റു 100 എന്നൊക്കെ കൊടുത്തിട്ട് ചെയ്യും. അപ്പോൾ 1/255 അങ്ങനെ എഴുതിയിട്ടെടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്താൽ. സോ എവറി RGB പിക്സൽ റേഞ്ച് 0 to 255. 256 വാല്യൂസ് ഉണ്ടാവും. 0 ഒരു ഇൻഡെക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് 0 to 255 ആണ് വരിക. Then CNN learn better when numbers are small. Instead of 245, 132, 70, the model receives 0.96. ഈ ഒരു രീതിയിൽ വന്നാൽ നമ്മൾ സ്കെയിലിംഗ് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ വന്നാലാണ് ഇതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുക. ഹെവി വാല്യൂസ് വരുമ്പോൾ അത്ര എഫക്റ്റീവ് ആയിട്ടില്ല. സോ ഫാസ്റ്റർ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ കൺവേർജൻസ്, സ്റ്റേബിൾ ഗ്രേഡിയൻസ്, ഈസിയർ ഒപ്റ്റിമൈസേഷൻ. ഓൾമോസ്റ്റ് എവറി CNN പെർഫോംസ് സം ഫോം ഓഫ് നോർമലൈസേഷൻ. സോ ഈ ഒരു മെത്തേഡാണ് ആ ഒരു റീസ്കെയിലിൽ യൂസ് ചെയ്യുന്നത്. 1 ഡിവൈഡ് ബൈ 255, 1 ഡോട്ട് 255 ആ സ്കെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലൈസേഷൻ ചെയ്യുമ്പോൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ലേ, അതേപോലെ കൊടുക്കുന്നുണ്ട് ആ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റീസ്കെയിൽ എന്ന് പറഞ്ഞിട്ട്. സോ വൈ വാലിഡേഷൻ സ്പ്ലിറ്റ് ഈക്വൽ ടു 0.2 ഇന്നലെ പറഞ്ഞു തന്നില്ലേ, ആ ഒരു 80-20% എടുക്കുന്നത്, അതാണ് വാലിഡേഷൻ്റെ സ്പ്ലിറ്റ്. 80% ട്രെയിനിങ്, 20% വാലിഡേഷൻ. വാലിഡേഷൻ ആൻസേഴ്സ് 1 question. ക്യാൻ ദ മോഡൽ ക്ലാസിഫൈ ഇമേജസ് ഇറ്റ് ഹാസ് നെവർ സീൻ. സോ ഒരു മോഡലിന് അവർ കാണാത്ത ഇമേജസ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്ന്. കാണാത്ത മോഡൽസ്. ട്രെയിനിങ് അക്യുറസി 99% മേ ആക്ച്വലി മീൻ മോഡൽ മെമ്മറൈസ്ഡ് ട്രെയിനിങ് ഇമേജസ്. ട്രെയിനിങ് അക്യുറസി നമ്മൾ ഡിസിഷൻ ട്രീയിൽ ചെയ്തായിരുന്നില്ലേ, ട്രെയിനിങ്ങും ടെസ്റ്റിംഗ് അക്യുറസിയും ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ട്രെയിനിങ് അക്യുറസി ഹൈ ആയിരുന്നു. ടെസ്റ്റിംഗ് അക്യുറസി എന്ന് പറയുന്നത് ട്രെയിനിങ് അക്യുറസി ഐ തിങ്ക് 98 or 99 ആയിരുന്നു. ടെസ്റ്റിംഗ് അക്യുറസി 72 ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇംബാലൻസ്ഡ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ ഓവർഫിറ്റിങ്ങിന് ചാൻസ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഡാറ്റയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ടെസ്റ്റിംഗ് ഡാറ്റയിൽ 20-something പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ട്രെയിനിങ് ഡാറ്റ മെമ്മറൈസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ട്രെയിനിങ് അക്യുറസി 99% വരുന്നുണ്ട്. സോ മേ ബി ആ ഒരു മോഡൽ ട്രെയിനിങ് ഇമേജസ് മെമ്മറൈസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ദെൻ എന്തുകൊണ്ട് വൈ ബാച്ച് സൈസ് 32 എന്നല്ല പറഞ്ഞു തന്ന ഒരു സംഭവം തന്നെയാണ്. 2ൻ്റെ സ്ക്വയർ ആയിട്ട് എടുക്കും. കമ്പ്യൂട്ടേഷൻ അത് കുറച്ചുകൂടി ബെറ്റർ ആണ്. പിന്നെ എത്ര ഡാറ്റ ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ബാച്ച് സൈസ് എടുക്കുക. Batch size 32. Instead of learning from 13,000 images, the CNN learns 32 images, update with next 32 update again. ആ ഒരു രീതിയിലാണ് ബാച്ചസ് വർക്ക് ചെയ്യുക. സോ വൈ 32? ഹിസ്റ്റോറിക്കലി ഫിറ്റ്സ് GPU മെമ്മറി വെൽ. സോ അതുകൊണ്ടാണ് 2ൻ്റെ സ്ക്വയർ എടുക്കുന്നത്. 8, 60, 32 അപ് ടു 512, 128 അതുപോലെയൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റേബിൾ ഗ്രേഡിയൻസ്, എഫിഷ്യൻറ്റ് മെട്രിക്സ് ഓപ്പറേഷൻസ്. കോമൺ ചോയ്സസ് 60, 32, 64, 128. 32 is usually the safest starting point. So why convolutional 2D uses 32 filters? Convolutional 2D എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളവിടെ സീക്വൻഷ്യൽ ഡെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ANL ക്രിയേറ്റ് ചെയ്യില്ലേ. സോ കൺവല്യൂഷനിൽ വരുമ്പോൾ കൺവല്യൂഷണൽ 2D, കൺവല്യൂഷണൽ 2 dimension എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. സോ അതാണ് വൈ കൺവല്യൂഷണൽ 2D uses 32 filter. Convolution 2D filters 32. സീക്വൻഷ്യലായിട്ട് ബിൽഡ് ചെയ്യണം. 1 by 1 ആണ് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ
ഫങ്ഷനിൽ യൂസ് ചെയ്യും. മോഡൽ ആഡ് കൺവല്യൂഷണൽ 2D ഈ ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുക. ഫിൽറ്റേഴ്സ് 32, കേർണൽ സൈസ് 3x3. കേർണൽ സൈസ് നേരത്തെ പറഞ്ഞില്ലേ, എത്ര എണ്ണം വെച്ചിട്ട് എത്ര ഗ്രൂപ്പ് ഓഫ് പിക്സൽസ് വെച്ചിട്ടാണ് മൂവ് ചെയ്യേണ്ടത്, അതാണ് കേർണൽ സൈസ്. ആക്ടിവേഷൻ റെയിലു സ്ലൈഡർ എത്ര പിക്സൽസ് ആണ് ആ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 5x5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി 25 പിക്സൽസ് എടുക്കണം. 3x3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രിസസ് ആയിട്ട് തന്നെ എടുക്കുക. ഇപ്പോൾ 3x3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം അതിൻ്റെ ഫോക്കസ് അതിൽ മാത്രമേ പോകുള്ളൂ. അപ്പോൾ വിഷൻ ട്രാൻസ്ഫോമറിൽ വരുമ്പോഴാണ് ഓരോ ബാച്ചും അടുത്ത ബാച്ചിനെ കൂടി നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു 1x1 തന്നെ സ്ലൈഡ് ചെയ്ത് പോകുന്നുള്ളൂ. ഇൻപുട്ട് ഷേപ്പ് 150, 153. സോ ഇമേജസിനെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ആ ഒരു സൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, പിക്സലിൻ്റെ കൂടെ ആ ഒരു ഡെപ്തും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. And it's not 32 neurons, they are actually 32 feature detectors. എത്ര ബാക്ക് സൈസ് ആണ് പറയുന്നത്. Imagine placing 32 different image experts over the picture. One learns horizontal edges, another learns vertical edges, another learns curves, another learns corners and shadows. Every filter specializes automatically. ഈ 32 യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബാക്ക് സൈസിൽ ഇതും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയേഴ്സിൽ ഓരോ കോംപ്ലക്സിറ്റി കൂടി വരുന്ന സംഭവങ്ങളുണ്ടാകും. സോ ആ ഒരു സെയിം ലെയറിൽ അതിൽ ഏൺ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ എഡ്ജസ് ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ഹോറിസോണ്ടൽ എഡ്ജസ് വരും. ഹിഡൻ ലെയറിൽ ഇപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുകയെന്ന് വയ്ക്കുക, എഡ്ജസ് ഡിറ്റക്റ്റ് ചെയ്യാന്ന്. സോ അത് ജസ്റ്റ് ഡയറക്റ്റ്ലി എഡ്ജസ് ഡിറ്റക്റ്റ് ചെയ്യല്ല, ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഹൊറിസോണ്ടൽ എഡ്ജസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടാവും ആ ഒരു ബാച്ചിൽ. ആൻഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ വെർട്ടിക്കൽ എഡ്ജസ് വേറൊരു ഗ്രൂപ്പ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടാവും, കർവ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടാവും, കോർണേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു എഡ്ജ് പ്രോപ്പറായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ അവിടെ ഒരു സ്മൂത്തനിങ് ഉണ്ട്, പാഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റീജിയണിൽ പിക്സൽസ് വേറെ രീതിയിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഡയറക്റ്റ് പോയിട്ട് ആ ഒരു എഡ്ജസ് ഡിറ്റക്റ്റ് ചെയ്യുകയല്ല ചെയ്യണത്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ലേൺ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ലെയറിൽ ആ ഒരു കംപ്ലീഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ലെയറിലോട്ട് പാസ് ചെയ്യുന്നത്. And the CNN is never taught find edges. It discovers useful patterns entirely from the training data through backpropagation. Backpropagation എന്നതാ ഇത് കറക്റ്റ് ചെയ്യുന്നത്, വെയ്റ്റ്സ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറ്റ സ്റ്റെപ്പിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ്ലി എപ്പോച്ചസ് ഇങ്ങനെ ആകുമ്പോൾ ആ ലോസ് കുറഞ്ഞു വരില്ലേ, ഇന്നലെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ആ ലോസ് കുറഞ്ഞു വരുമ്പോൾ മാക്സിമം അക്യുറസി കൂടി വരുന്നുണ്ട് വാലിഡേഷൻ ലോസൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് കണ്ടിന്യൂസ്ലി കുറേ എപ്പോച്ച് ആവുമ്പോഴാണ് ഇതിന് ഈ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അല്ലെങ്കിൽ ഫൈൻഡിങ്സിൽ നമ്മൾ റാൻഡം വെയ്റ്റ്സ് അല്ലേ കൊടുക്കുന്നത്, റാൻഡം വെയ്റ്റ്സ് കൊടുത്തിട്ട് അത് തന്നെ ഓൾറെഡി പറയുന്നുണ്ട് അത് റോങ് ആവാൻ ചാൻസ് കൂടുതലാണെന്നുള്ളത്. ചിലപ്പോൾ ഒരു മോർ ദാൻ 50% കിട്ടി എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. ഓൾറെഡി എക്സ്പേർട്ട് ആയിട്ടുള്ള വെയ്റ്റ്സ് ആയതുകൊണ്ട് 50% എക്സ്പെക്ട് ചെയ്യാം. 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഉറപ്പില്ലാത്ത ഒരു ഇതാണ്. അപ്പോൾ ഒരു 50 to 60 റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് റാൻഡം വെയ്റ്റ്സ് കൊടുത്താലും. അപ്പോൾ ഇത് ആക്ച്വലി എഡ്ജസ് ഡിറ്റക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്, ആ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യണം എഡ്ജസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അതാണ് ആ ലെയറിൽ നടക്കുന്നത്, ഒരു സിംഗിൾ ലെയറിൽ, ഹിഡൻ ലെയറിൽ. എന്നിട്ട് അടുത്തയിലേക്ക് പോവുക, ഈ പാറ്റേൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻസ് ഫൈൻഡിങ്സ് വെച്ചിട്ട് അടുത്ത ലെയറിലോട്ട് പോവുക. അവിടെ ഇതേപോലെ അവിടെ കോർണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഷേപ്സും കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ കർവ്സ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ഡിറ്റക്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ കർവ്സ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ കർവ്സ് ഡിറ്റക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റീജിയണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിക്സൽസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് പിക്സൽസ് മാത്രമാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വരും. പക്ഷെ അത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വളഞ്ഞു വരുന്നുണ്ടല്ലോ കോൺവെക്സ് ഷേപ്പിൽ. അപ്പോൾ ആ പിക്സൽസിൻ്റെ ആ ഒരു ഡിവിഷനും കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യേണ്ടി വരും, കോർണേഴ്സ് അങ്ങനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ. Why a 3x3 kernel? Kernel size equal to 3x3. This is probably the most famous kernel in deep learning. And why not 7 into 7? Because large kernels requires more parameters, requires more computation, can blur fine details. So അതുകൊണ്ടാണ് ഒരു സ്റ്റാൻഡേർഡ് പോലെ 3x3 അല്ലെങ്കിൽ 5x5 ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരുപാട് കമ്പ്യൂട്ടേഷൻ വരും, ഒരുപാട് പാരാമീറ്റേഴ്സ് വരും.
സോ ഓൾറെഡി നമ്മൾ ആ ഒരു ലാർജ് ഇമേജ് സ്കിപ്പ് ചെയ്തിട്ട് ഒരു പാർട്ട് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫൈനസ്റ്റ് ഡീറ്റെയിൽസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെറുതാക്കാനും പാടില്ല, അതിൽ ഒരുപാട് ലാർജ് ആക്കാനും പാടില്ല. നമുക്ക് പെട്ടെന്ന് കഴിയും, മറ്റേ ഹൈ ഹൈ വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. പക്ഷെ അതിൻ്റെ ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ 3x3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത സൈസാണ്, ഒരു സ്റ്റാൻഡേർഡ് സൈസ് പോലെ 3x3 അല്ലെങ്കിൽ 5x5 ഒക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് പിക്സൽസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ 3x3 യൂസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, കാരണം കുറച്ചുകൂടി സ്പീഡിൽ അത് കൺവേർജൻസ് അച്ചീവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു 5x5 ആ ഒരു ഒരുപാട് ഹൈ ആക്കാനും പാടില്ല, ഒരുപാട് ലോ ആക്കാനും പാടില്ല. ഓരോ പിക്സൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ നോയ്സ് ഇൻട്രൊഡ്യൂസ് ആവും, 4 പിക്സൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കേസിൽ. പക്ഷേ സൈസ് കുറവാണ്, ഡാറ്റ സെറ്റിനും ഇതിനൊക്കെ അനുസരിച്ച് അതിൻ്റെ പിക്സൽ സൈസിനൊക്കെ അനുസരിച്ചിട്ടാണ് വാല്യൂ ചൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് പോലെ 3x3 ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. So only local information, stacking many 3x3 layers gradually expands the effective receptive field. Example, one 7x7 kernel, approximately 3 3x3 kernels. Values ആണ് 7x7 എന്ന് പറഞ്ഞാൽ എത്ര, 49. 3x3 എന്ന് പറയുമ്പോൾ 9 and 9 into 9. 3 3x3 എന്ന് പറയുമ്പോൾ 36. എത്ര വരിക, 93 27. അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നുള്ളൂ, ഈക്വൽ ടു എന്ന് പറയുന്നില്ല. ഇപ്പോൾ 3 4 ഒക്കെ 3x3 അറേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇത് 4 ആകുമ്പോൾ അതിലും കൂടിപ്പോകില്ലേ, 4 But 3x3 kernels uses fewer parameters, introduce more non-linearities, often learn better representations. This is one reason architecture like VGG become so successful. So CNN കുറച്ചുകൂടി ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആയിരുന്നു VGG എന്ന് പറഞ്ഞിട്ട്. സോ ഇൻട്രൊഡ്യൂസ് മോർ നോൺ ലീനിയാരിറ്റീസ് എന്ന് പറയുമ്പോൾ ആ കവേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നോൺ ലീനിയാരിറ്റീസ് എന്ന് പറയുന്നതിൽ. ഓഫൺ ലേൺ ബെറ്റർ റെപ്രസെൻറ്റേഷൻസ്. ആൻഡ് വൈ നോ സ്ട്രൈഡ് ഈസ് സ്പെസിഫൈഡ്. ഇതിൽ സ്ട്രൈഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, കൺവല്യൂഷണൽ TD TensorFlow defaults to stride 1. അപ്പോൾ അവിടെ വാല്യൂസ് കൊടുത്തിട്ടില്ല, സ്ട്രൈഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ വാല്യൂസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോസും കോളംസും ആയിട്ട് സ്പേസ് ഇട്ട് കൊടുക്കില്ല, അതേപോലെ തന്നെ വർക്ക് ആവുക. സ്ട്രൈഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഡിഫോൾട്ടായിട്ട് എടുക്കും. സ്ട്രൈഡ് മീൻസ് ഹൗ മെനി പിക്സൽസ് ഡസ് ദ ഫിൽറ്റർ മൂവ് ഈച്ച് സ്റ്റെപ്പ്. എത്ര പിക്സൽസ് വെച്ചിട്ട് ഒരു സ്റ്റെപ്പിൽ മൂവ് ചെയ്യിക്കണം എന്നാണ്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യിക്കണം എന്നാണ്. സോ എക്സാമ്പിൾ സ്ട്രൈഡ് 1 ആണെന്നുണ്ടെങ്കിൽ മൂവ് 1 pixel at a time. Stride 2 ആണെന്നുണ്ടെങ്കിൽ ജമ്പ് 2 pixels എന്ന് പറഞ്ഞിട്ട്. സോ വൈ യൂസ് സ്ട്രൈഡ് 1? ബിക്കോസ് എവറി ലൊക്കേഷൻ ഈസ് എക്സാമിൻഡ്, നത്തിങ് ഇമ്പോർട്ടൻറ്റ് ഈസ് സ്കിപ്പ്ഡ്. കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് സ്ട്രൈഡ് 1 എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്. ഓരോ പിക്സൽസിനും ചെക്ക് ചെയ്യുന്നുണ്ട് ആ വാല്യൂസ്. ഡിറ്റക്ഷനിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രൈഡ് 1 പാസ് ചെയ്യുന്നത്. ലാർജ് സ്ട്രൈഡ്സ് റെഡ്യൂസ് കമ്പ്യൂട്ടേഷൻ ബട്ട് ക്യാൻ മിസ് സ്മോൾ ഒബ്ജക്ട്സ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പിക്സൽ വാല്യൂസ് ഉണ്ട് വയ്ക്കുക, അപ്പോൾ ഇത് കുറേ ടൈം എടുക്കില്ലേ, സ്ട്രൈഡ് ഏറ്റവും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് മാറ്ററാണ്, നമുക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് കുഴപ്പമില്ല. പക്ഷേ ആ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഒരുപാട് പിക്സൽ വാല്യൂസ് വരികയെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അതിനനുസരിച്ചിട്ട്. അങ്ങനെയാണ്. ആൻഡ് വൈ ആക്ടിവേഷൻ ഈസ് റിലു. ആക്ടിവേഷൻ റിലു മാക്സ് 0 of x. ഇത് അതിൻ്റെ വാല്യൂസ് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു തന്നായിരുന്നില്ലേ, അതായത് 0 and ഇൻഫിനിറ്റി ആണ് റേഞ്ച്. അപ്പോൾ മൈനസ് വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ 0 വരികയാണെന്നുണ്ടെങ്കിലും 0 ആക്കിയിട്ട് എടുക്കാം. പിന്നെ പോസിറ്റീവ് നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. അവിടെ പിക്സൽ വാല്യൂസ് അല്ല വരുന്നത്, പിക്സൽ വാല്യൂസ് അതേപോലെ അങ്ങോട്ട് പാസ് ചെയ്യണം. 0 ആണെന്നുണ്ടെങ്കിൽ 0 ആയിട്ട് പാസ് ചെയ്യണം, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും 0 ആയിട്ട് പാസ് ചെയ്യണം, ഹയർ വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ പാസ് ചെയ്യണം. ആ വാല്യൂസ് അപ്പുറത്തോട്ട് നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് റെയിലു അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹിഡൻ ലെയേഴ്സിൽ റെയിലു ഡീഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് അവിടെ ആ ഒരു വാൻഷൻ ഗ്രേഡിയൻസ് പ്രോബ്ലം വരികയാണെങ്കിൽ മാത്രമാണ് ലീക്കി റെയിലു ഒക്കെ യൂസ് ചെയ്യുന്നത്. ലീക്കി റെയിലുവിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. സോ ഈ വാല്യൂ എന്താണോ ആ വാല്യൂ ആയിട്ട് തന്നെ എടുക്കുന്ന പോലെയൊക്കെ വരും, 0 വരില്ല, വാൻഷൻ ഗ്രേഡിയൻസ് വരില്ല. ആൻഡ് വൈ മാക്സ് പൂളിംഗ് 2x2? മാക്സ് പൂളിംഗ് 2x2 എന്ന് പറയുമ്പോൾ പൂളിംഗ് റെഡ്യൂസസ് ഇമേജ് സൈസ്. സപ്പോസ് ദ ഫീച്ചർ മാപ്പ് ഈസ് 4x4, പൂളിംഗ് കൺവേർട്ട്സ് ഇൻ ടു 2x2. ആ കേർണൽ 4x4 ആണെന്നുണ്ടെങ്കിൽ പൂളിങ്ങിൽ 2x2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സാണ്. എഗെയിൻ അതിന് ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂളിംഗ് യൂസ് ചെയ്യുന്നത്. യൂസിങ് ഓൺലി ദ മാക്സിമം വാല്യൂ. ഫോർ എക്സാമ്പിൾ 8215 എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വയ്ക്കാം പിക്സൽസിൽ.
സോ അതിലെടുക്കുന്നത് 8 ആയിരിക്കും, നേരത്തെ പറഞ്ഞു തന്നില്ലേ ഒരു മാക്സിമം വാല്യൂസ് മിനിമം വാല്യൂസ് എങ്ങനെ എടുക്കുക. സോ ആ ഒരു വാല്യൂ ആയിരിക്കും ആ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് ആവറേജ് പൂളിംഗ് ആ മൂന്ന് ടൈപ്പാണ്, ഇല്ല ഏതെങ്കിലും ഒരു ടൈപ്പേ ഉള്ളൂ. അത് ഡിപ്പെൻസ് ഓൺ യൂസ് കേസ് ആയിരിക്കും ചെയ്യുന്നത് പൂളിംഗ്. എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് ഒബ്ജക്റ്റ്, അതിനനുസരിച്ചിട്ടായിരിക്കും പൂളിംഗ് നടക്കുന്നത്. Why choose the maximum? If a strong feature like an edge exists anywhere in the window. ഇപ്പോൾ എഡ്ജസ് ഒക്കെയാണ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഷാർപ്പർ എഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക മാക്സിമം ആണ് യൂസ് ചെയ്യുക. സോ ഒരു ബ്ലർഡ് റീജിയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മിനിമോ ആവറേജ് ഒക്കെ എടുക്കും. ഓക്കെ, മാക്സ് പൂളിംഗ് പ്രിസർവ്സ് ഇറ്റ്. ദിസ് ഗിവ്സ് ദ മോഡൽ സം ട്രാൻസ്ലേഷൻ ടോളറൻസ്. അതുകൊണ്ടാണ് ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ ആണ് യൂസ് ചെയ്യാൻ പറയുന്നത്. If an object shifts slightly, the strongest response is still likely to survive. അതായത് അവിടെ ആ പിക്സൽ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക, സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക വാല്യൂ, സ്റ്റിൽ ആ ഒരു സ്ട്രോങ്ങസ്റ്റ് റെസ്പോൺസ് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഷാർപ്പ് എഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാക്സിമം വാല്യൂസ് ആയിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മാക്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വൈ ഇൻക്രീസ് ഫിൽട്ടേഴ്സ് 30 to 64 128. This follows a common CNN design principle. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം 64 ഇട്ടിട്ടുണ്ട്, 128 ഇട്ടിട്ടുണ്ട്, ദെൻ ഫ്ലാറ്റൻ ചെയ്തു. ഫ്ലാറ്റൻ ഇന്നലെ പറഞ്ഞു തന്നില്ലേ, ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഹൈ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ 1 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് 128. ഏർലിയർ ലെയേഴ്സ് ഡിറ്റക്ട് സിമ്പിൾ ഫീച്ചേഴ്സ്. സോ ഇതിൻ്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവിടെ എത്ര ബാച്ച് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നത്. എത്ര ഫീച്ചേഴ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ്, ബാച്ചിന് മാത്രം പറയാൻ പറ്റില്ല, എത്ര ഫീച്ചേഴ്സ് അത് ഫോക്കസ് ചെയ്യണം. അതാണ് ഈ ഒരു ഇതിൽ നടക്കുന്നത്. 128 ഇവിടെ ആഡ് ചെയ്ത് ആദ്യം നമ്മൾ ന്യൂറോൺസ് കൊടുക്കുന്നത് കംപ്രസ് ചെയ്യുന്ന പോലെ ആയിരുന്നു എയിമിൽ. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ആദ്യത്തിൽ എന്താ ഡിറ്റക്ട് ചെയ്യുക, എഡ്ജസും കോർണേഴ്സും ഒക്കെ. പിന്നെ മിഡിൽ ലെയേഴ്സ് കമ്പൈൻ ദം ഇൻടു വിൻഡോസ്, റോഡ്സ്, ട്രീ ടങ്സ്. അതായത് അതിൻ്റെ കർവ്സും ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ ആദ്യത്തെ ലെയറിനെക്കാട്ടിലും കുറച്ചുകൂടി കോംപ്ലക്സിറ്റി അതിൽ പിക്ചേഴ്സിലില്ലേ ഈ സാധനങ്ങൾ. ഓക്കെ, വിൻഡോസ്, റോഡ്സ്, ട്രീ ടങ്സ്. ലേറ്റർ ലെയേഴ്സ് കമ്പൈൻസ് ദീസ് ഇൻടു മൗണ്ടെയ്ൻസ്, ഫോറസ്റ്റ്, ബിൽഡിങ്സ്. സോ കോംപ്ലക്സിറ്റി കൂടി വരികയാണ്. അപ്പോൾ നമുക്കിത് ഇൻക്രീസ് കൊടുത്തു. ആ സ്പേഷ്യസ് സൈസ് shrinks through pooling, increasing the number of filters less the network learn more complex feature combinations. So കോംപ്ലക്സിറ്റി കൂടി വരുമ്പോഴാണ് ആ ഒരു ഫീച്ചേഴ്സ് എത്ര ഫോക്കസ് ചെയ്യണം എന്നുള്ളത് കൂട്ടി കൊടുക്കും. CNNs. ആൻഡ് വൈ ഫ്ലാറ്റൻ ഫീച്ചർ മാപ്സ്, ഫ്ലാറ്റൻ ആൻഡ് ഡെൻസ്. സോ ഫീച്ചർ മാപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട്സ് ആണ്, ആ ഒരു സെലക്ട് ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണ് വരുന്നത്. ഇപ്പോൾ കേർണൽ എന്നുള്ള ഫൈൻഡിങ്സ് ഉണ്ടാവില്ല, അവർ ടോട്ടലി ഇമേജിൻ്റെ ആ ഒരു ഇതെന്നുള്ള ഔട്ട്പുട്ട്സ് ആണ് വാല്യൂസ് ആയിട്ട് എടുക്കുന്നത്. ഇന്നതാണ് വരിക എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്നുള്ള ആ ഒരു ന്യൂമറിക്കലിൻ്റെ ഫൈൻഡിങ്സ് ആണ് ഫീച്ചർ മാപ്പ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇപ്പോൾ പൂളിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ടാവില്ലേ, ഇപ്പോൾ ഇന്ന റീജിയൻ എഡ്ജാണ് വരുന്നത്, ഇന്ന റീജിയൻ വിൻഡോസിൻ്റെ ആ ഒരു ഇതാണ് വരുന്നത്, ഇങ്ങനെ കർവ്സ് ആണ് വരുന്നത്, അതാണ് ഫീച്ചർ മാപ്പ് ന്യൂമറിക്കലിലുള്ള ഫൈൻഡിങ്സ്. സോ ആ ഒരു ഫൈൻഡിങ്സ് ആണ് ഫ്ലാറ്റൻ ആക്കിയിട്ട് മെട്രിക്സസ് ആയിട്ട് വരുമല്ലോ. ഇപ്പോൾ ഹൈ ഡയമെൻഷനിലായിരിക്കും വരുന്നത്. ഇപ്പോൾ 3x3 ആണെന്ന് വയ്ക്കുക. അപ്പോൾ അതിനെ ഇൻഡിവിജ്വലി പ്രോസസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം ഫ്ലാറ്റൻ ആക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് റീഷേപ്പ് ചെയ്യുന്ന പോലെ ഫ്ലാറ്റൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ഡയമെൻഷനിൽ കൺവേർട്ട് ആവും. സോ ആ ഒരു പിക്സൽ വാല്യൂസ് ഒക്കെ ഇങ്ങനെ 1 by 1 അറേഞ്ച് ചെയ്ത് വരും. പിന്നെ അതിനെ ഡെൻസായിട്ട് കണക്ട് ചെയ്യുക ഔട്ടിൽ. Suppose the CNN outputs 16 into 128. The dense layer cannot process a 3D tensor directly. 3D tensor എന്ന് പറയുക, ഇവിടെ മെട്രിക്സ് അല്ല ടെൻസർ എന്ന് അറിയാം. സെയിം പ്രോസസ്സൊക്കെ തന്നെയാണ്, പക്ഷേ ടെൻസർ എന്നാണ് അവിടെ പറയുക. ടെൻസർ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ടെൻസർ എന്നാണ് പറയുക. ആൻഡ് ഫ്ലാറ്റൻ കൺവേർട്ട്സ് ഇറ്റ് ഇൻ ടു 1 long vector. സോ ടോട്ടലി 32,768 നമ്പേഴ്സായിട്ട് ഫ്ലാറ്റൻ ചെയ്യുമ്പോൾ ഇത്രയും കോമ്പിനേഷൻസ് ഒറ്റ ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്യും. ദോസ് ബിക്കം ദ ഇൻപുട്സ് ടു ദി ക്ലാസിഫയർ. സോ ഇതാണ് ആ ഒരു ക്ലാസിഫയറിന് ഇൻപുട്ടായിട്ട് വരുന്നത്. സോ ഇതിനെ ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്യുന്നു.
അബിയിൽ മാത്രമേ ഉള്ളൂ. ഏ? അബിയിലും ഓൺലൈൻ ഉണ്ട്. ദേവദത്തും ശ്രീഹരിയും. അല്ല, ഉച്ചേൻ്റെ വേറെ എന്താന്ന് പറഞ്ഞാൽ പ്രാക്ടീസിൻ്റെ കാര്യം. ഇന്റേൺഷിപ്പ് എന്തായി? കഴിഞ്ഞിട്ടാ? തീർത്തല്ലേ? 12-ാം തീയതി മീൻസ് ടോട്ടലാണോ? അല്ല, ഇതിപ്പോ ഒരു 2-3 ദിവസം കൂടെ ഉള്ളൂ. പ്രാക്ടിക്കലി മാത്രമേ ഉള്ളൂ. ഈ ആഴ്ച എനിക്ക് ഒരു 2 ദിവസം കൂടി എടുക്കും, അത്രേ ഉള്ളൂ. ഇത് ഒരു 2-3 ഉണ്ട്. പിന്നെ ഒരു ചാക്കോട്ട് യോളോ അങ്ങനത്തെ 2-3 പ്രാക്ടിക്കലുണ്ട്. ഞങ്ങളുടെ SQL എപ്പോഴാണപ്പോ? SQL ഇത് കഴിഞ്ഞിട്ടാണ്. അവര് NLP-യുടെ എന്തോ ടാസ്ക് ഒക്കെ ആണെന്നാണ്. എൻ്റെ അതിൽ ഗിറ്റബും ഇതൊക്കെ വരും. ഗിറ്റബും ഇതൊക്കെ വേണ്ടി വരും അവരുടെ ഇതിൽ. സോ അത് അതുകൊണ്ടാണ് നേരത്തെ ആ ഒരു ടാസ്ക് ചെയ്തിട്ട് ഗിറ്റബിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞു. ഇവർക്ക്
സെഷൻ ഒന്നും എടുത്തിട്ടില്ല. കിട്ടിയിട്ടില്ലേ? ലിങ്ക് എന്ത് സെഷൻ? അവർക്ക് റെസ്യൂമ് ലിങ്ക്ഡിൻ മാത്രം റെസ്യൂം ഒന്നും കിട്ടിയിട്ടില്ല. റെസ്യൂം വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അത് മീനാക്ഷി ഉണ്ടാവും. അറിയില്ല. ഞാൻ ഒരു ദിവസം പറഞ്ഞു കൊടുത്തായിരുന്നു. ആ അവർക്കല്ലേ? ഉണ്ടായിരുന്നു ദേവത്തും അഭിയും. പക്ഷെ അത് കംപ്ലീറ്റ് അങ്ങനെ ഒരു സ്ട്രക്ചർ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തു. യൂട്യൂബിന്റെ അടുത്തുണ്ട്. മാക്സിമം ചെയ്യുന്നത് ഗിറ്റബിൽ അപ്ലോഡ് ചെയ്യുക. അത് ഒറ്റ ദിവസം അപ്ലോഡ് ചെയ്ത് തീർക്കണ്ട. മാക്സിമം ചെയ്യുന്നത് അന്നന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവാം. ഇപ്പൊ തൽക്കാലം ഫയൽസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയിക്കോ. റാൻഡംലി ഓരോന്ന് കൊണ്ടിട്ട് ലിങ്ക്ഡിനിൽ ഇടണ്ട. എന്റെ ഒരെണ്ണം കംപ്ലീറ്റ് ആണ്, അത് അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നുള്ളൂ. ദേവത്ത് ഒരെണ്ണം അയച്ചു തന്നു. ബാക്കി പെയിന്റിംഗ് ഉള്ള 5 കൊടുത്തോളൂ കേട്ടോ. 4 പേര് 4 പെയിന്റിംഗ് കഴിഞ്ഞ് വാങ്ങിച്ചോളൂ കേട്ടോ. വിഷ്ണു ശ്രീഹരി പറഞ്ഞു ശ്രീഹരി ക്ലാസ്സിൽ ഞാൻ വിളിക്കുന്നു. നാളെ ഉച്ചയായിട്ട് ഇരിക്കണമെന്നാണോ? ഒന്നുമില്ലെങ്കിൽ 2:30 വരെ ഇരിക്കുക. എന്നിട്ട് വേണം നിങ്ങൾക്ക് പോവാം. അല്ലാതെങ്കിൽ ഉച്ചയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അതേപോലെ ഇരിക്കാം. ആൻഡ് എന്തുകൊണ്ട് ഡെൻസ് 128 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഡെൻസ് ദിസ് ഈസ് നോട്ട് എ ഫിക്സ്ഡ് റൂൾ, ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ബാലൻസ്. ഒരുപാട് കുറവ് ന്യൂറോൺസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 16 ന്യൂറോൺസ് ആണെന്നുണ്ടെങ്കിൽ മോഡൽ മേ നോട്ട് ഹാവ് ഇനഫ് കപ്പാസിറ്റി. നമ്മൾ ന്യൂറോൺസ് സെലക്ട് ചെയ്തായിരുന്നില്ലേ, ഇപ്പോൾ 51 ഫീച്ചേഴ്സിന് 5 ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനഫ് അല്ല. അപ്പോൾ അതേപോലെ ഈ ഒരു കോംപ്ലക്സിറ്റി ഇൻക്രീസ് ആയിട്ട് വരുമ്പോൾ അവിടെ കുറവ് ന്യൂറോൺസ് ആണെന്നുണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ് കൂടിയല്ലേ വരുന്നത്. അപ്പോൾ ആ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ആകുമ്പോൾ ആ ഒരു ലെയേഴ്സിൽ അത്രയും ന്യൂറോൺസ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നില്ല. സോ അതാണ് 64 128 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡെൻസ് 128 ഫൈനലി ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സോ ആദ്യത്തേൽ നോക്കുകയെന്നുണ്ടെങ്കിൽ മോഡൽ ഡോട്ട് ആണ്, ഇവിടെയാണ് ആ ഒരു ഡെൻസ് ലെയർ വരുന്നത്. ഫസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നില്ല, ഡെൻസ് ലെയർ കണക്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യത്തേൽ എത്ര 150 × 150 എന്ന് പറയുമ്പോൾ എത്ര വരിക? 10,000 15 5 25 12500 12500 എത്ര വരിക? 22,500. അപ്പോൾ 22,500 പിക്സൽസ് അതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ 22,500 പിക്സൽസ് ഇൻപുട്ടായിട്ട് എടുക്കുമ്പോൾ അതിന് ടോട്ടലി കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 22,500 പിക്സൽസും ഓരോ ന്യൂറോൺസ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യണം. 22,500 പിക്സൽസിനെ എത്ര ന്യൂറോൺസ് ഹാൻഡിൽ ചെയ്യാൻ വേണം? 2 സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ചിലുള്ള അപ്പോൾ നമ്മൾ പാരാമീറ്റേഴ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? 22,500 ഇൻറ്റു ഫുള്ളി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 20,000 ന്യൂറോൺസ് കൊടുക്കേണ്ടി വയ്ക്കുക ഇൻറ്റു 20,000 നമ്പറാണല്ലേ. പിന്നെ അതിൻ്റെ ബയാസും പ്ലസ് ബയാസ് ഏകദേശം 20,000 കൊടുക്കണ്ടേ. വലിയ നമ്പറായില്ലേ. സോ കമ്പ്യൂട്ടേഷൻ എന്തോരം വരും. അതുകൊണ്ടാണ് അവിടെ ഫസ്റ്റ് തന്നെ ഡെൻസ് കൊടുക്കാത്തത്, ഫുള്ളി കണക്റ്റഡ്. സോ ഇൻപുട്ട് ഷേപ്പാണ് അവിടെ ഇൻപുട്ട് ന്യൂറോൺസ് ആയിട്ട് കൊടുക്കുക. ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അവിടെ ഫസ്റ്റ് തന്നെ ഡെൻസ് കൊടുക്കാത്തത്. പിന്നെ ആ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് മോഡൽ ഫ്ലാറ്റൻ കഴിഞ്ഞിട്ട് ഡെൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ, അത് കൊടുക്കുന്നത്. സോ മോഡൽ മേ നോട്ട് ഹാവ് ഇനഫ് കപ്പാസിറ്റി, ടു മെനി 4096 higher memory use and greater risk of overfitting. 128 often provides enough expressive power without making the model unnecessarily large. 128 ചൂസ് ചെയ്യുക, ഒന്ന് 2 സ്ക്വയർ എന്നുള്ള ഒരു റീസൺ. പിന്നെ ഈ 128 ഇനഫ് ആണ്, അതിൻ്റെ ആ ഒരു പവർ ഹാൻഡിൽ ചെയ്യാൻ ഇനഫ് ആയതുകൊണ്ടാണ് അതിന് ഇൻക്രീസ് ചെയ്തിട്ട് 128 കൊടുക്കുന്നത്. ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല, 128 മതി. ആൻഡ് വൈ ഡ്രോപ്പ് ഔട്ട് എന്നുള്ളത്
ഓവർഫിറ്റിംഗ് വരുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ചില ന്യൂറോൺസിനെ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓഫ് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ്സ് പാസ് ചെയ്യില്ല എന്ന്. അതാണ് ഡ്രോപ്പ് ഔട്ട് 0.5 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഡ്യൂറിങ് ട്രെയിനിങ് 50% ഓഫ് ന്യൂറോൺസ് ആർ റാൻഡംലി ഇഗ്നോർഡ്. ഒരുപാട് കോംപ്ലക്സിറ്റി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. റാൻഡംലി ഇഗ്നോർ ചെയ്ത് കളയുക എന്നുള്ളൂ ചില വെയിറ്റ്സ്. സോ 100 ന്യൂറോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലി അബൌട്ട് 50 ആക്റ്റീവ്, അങ്ങനെയുള്ള രീതിയിലേക്ക് അത് ചേഞ്ച് ആവും. ആൻഡ് വൈ വിത്തൗട്ട് ഡ്രോപ്പ് ഔട്ട് ന്യൂറോൺ എ ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ന്യൂറോൺ ബി. ഓക്കെ, ന്യൂറോൺ എ എന്ന് പറയുന്നത് രണ്ടാമത്തെ ന്യൂറോണായിട്ട് തന്നെ കണക്റ്റഡ് ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ദിസ് ക്രിയേറ്റ്സ് കോ അഡാപ്റ്റേഷൻ. ഡ്രോപ്പ് ഔട്ട് ഫോഴ്സസ് ന്യൂറോൺസ് ടു ലേൺ ഇൻഡിപെൻഡൻ്റ്ലി. ഡിപ്പെൻഡൻസി ഇല്ലാണ്ട് ഇൻഡിപെൻഡൻ്റ്ലി ഈ ഫീച്ചേഴ്സ് ലേൺ ചെയ്യണം. അപ്പോൾ അതിനാണ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് അവിടെ. വിച്ച് യൂഷ്വലി ഇംപ്രൂവ്സ് ജനറലൈസേഷൻ. നമുക്ക് എന്താ വേണ്ടത്, പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പുതിയ ഡാറ്റ വരുമ്പോൾ ബെറ്ററായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യണം. അതാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻറ്റ്, ഡ്രോപ്പ് ഔട്ട് ഈസ് ഡിസബിൾഡ് ഡ്യൂറിങ് ഇൻഫറൻസ്. ആൻഡ് വൈ ഡെൻസ് 6 എന്ന് പറഞ്ഞിട്ട്, ദ ഡാറ്റ സെറ്റ് ഹാസ് 6 ക്ലാസ്സസ്. 6 ക്ലാസ്, മൗണ്ടെയിൻസ്, ഗ്ലേസിയർ, സംതിങ്, അങ്ങനെ കുറച്ച് ഇതുണ്ടല്ലോ. അപ്പോൾ 6 ക്ലാസ്സസ് അവിടെ ഉണ്ട്. സോ അവിടെ ഡെൻസ് 6 എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ലാസ്റ്റത്തിൽ. അപ്പോൾ ആക്ടിവേഷൻ സോഫ്റ്റ് മാക്സ്, മൾട്ടി ക്ലാസ്സിനാണ് സോഫ്റ്റ് മാക്സ് യൂസ് ചെയ്യുക. സോ 1 ഔട്ട്പുട്ട്, ദെയർഫോർ 1 ഔട്ട്പുട്ട് ന്യൂറോൺ ഈക്വൽ ടു 1 ക്ലാസ് ആണ്. സോ ടിപ്പിക്കൽ മാപ്പിംഗ് ബിൽഡിങ്സ്, ഫോറസ്റ്റ്, ഗ്ലേസിയർ, മൗണ്ടെയിൻ, സീ, സ്ട്രീറ്റ്, ഈ രീതിയിലാണ് ഔട്ട്പുട്ട് വരേണ്ടത്. അപ്പോൾ 6 ക്ലാസ്സസ് അവിടെ ഉണ്ട്, ഒരു ന്യൂറോണിന് ഓരോ ക്ലാസ് വെച്ചിട്ട്. സോ വൈ സോഫ്റ്റ് മാക്സ് ആക്ടിവേഷൻ സോഫ്റ്റ് മാക്സ് എന്ന് പറയുന്നത്, റോ ഔട്ട്പുട്ട്സ് മൈറ്റ് ബി 3.2. സോഫ്റ്റ് മാക്സ് കൺവേർട്ട് ദം ഇൻ ടു പ്രോബബിലിറ്റീസ്. ഇന്നലെ അതിൽ പറഞ്ഞ പോലെ ഇത് ഇവിടെയും പ്രോബബിലിറ്റി ആയിട്ട്. ഇപ്പോൾ 0.02 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2%. 0.95 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 95% കോൺഫിഡൻസ് അവിടെ വരുന്നുണ്ട്. സോ ലോ പ്രോബബിലിറ്റീസും ഉണ്ടാവും, ഹൈ പ്രോബബിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ ആ ഒരു വാല്യൂസിനെ എടുത്തിട്ട് 8.7 എന്ന് പറയുമ്പോൾ 95 ഉണ്ട്. ഈ വാല്യൂസിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇത് വരേണ്ടത്, പ്രോബബിലിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓൾ പ്രോബബിലിറ്റീസ് സം ടു 1 മേക്കിംഗ് ദ ഹയസ്റ്റ് വാല്യൂ ദ പ്രഡിക്റ്റഡ്. ഇപ്പോൾ ഡോഗ്, ക്യാറ്റ്, ബേർഡ് എന്നുണ്ടെങ്കിൽ 92% ഡോഗ് ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നായിരുന്നല്ലോ. 92% ഡോഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ഉള്ള എടുക്കേണ്ടത്, ലോവസ്റ്റ് ഉള്ളതല്ല മൾട്ടി ക്ലാസ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക കാറ്റഗറിക്കൽ വരുമ്പോൾ. ആൻഡ് വൈ കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, ബൈനറി ക്രോസ് എൻട്രോപ്പി കാറ്റഗറിക്കൽ വരുന്നത്. യുവർ ലേബിൾസ് ആർ 1 ഹോട്ട് എൻകോഡഡ്. എക്സാമ്പിൾ മൗണ്ടെയിൻ 0001. മൗണ്ടെയിൻ വരിക എന്നുണ്ടെങ്കിൽ മൗണ്ടെയിൻ്റെ പ്ലേസിൽ മാത്രമാണ് 1 വരുന്നത്. ഇപ്പോൾ ബിൽഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൽ മാത്രമായിരിക്കും 1, ബാക്കിയുള്ളതൊക്കെ 0 ആയിരിക്കും. So categorical cross entropy compares the predicted probability distribution with the true one hot label and penalizes confident mistakes much more heavily than uncertain ones. So uncertain onesനെ അവിടെ നിർത്തിയിട്ട് ആ ഒരു പ്രോബിലിറ്റി കൂടിയത് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. മറ്റേനെ കൂടുതൽ പെനലൈസ് ചെയ്യും, എറർ വരുന്നതിന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ആൻഡ് എന്തുകൊണ്ട് ആഡം ഒപ്റ്റിമൈസർ യൂസ് ചെയ്യുന്നു? ഒപ്റ്റിമൈസർ ആഡം കമ്പൈൻസ് ഐഡിയാസ് ഫ്രം മൊമെൻറ്റം ആൻഡ് അഡാപ്റ്റീവ് ലേണിംഗ് റേറ്റ്സ്. ഇത് കമ്പൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ടായിരുന്നില്ലേ, ഇത് കഴിഞ്ഞിട്ട് മോഡലിലോട്ട് കമ്പൈൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റെപ്പിൽ വരുന്നതാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, ജസ്റ്റ് ഇപ്പോൾ അത് നോക്കിയാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് 1 ലേണിംഗ് റേറ്റ് ഫോർ എവറി വെയ്റ്റ്, ഇറ്റ് അഡ്ജസ്റ്റ് അപ്ഡേറ്റ്സ് ഇൻഡിവിജ്വലി ബേസ്ഡ് ഓൺ പാസ്റ്റ് ഗ്രേഡിയൻസ്. ANNൽ ചെയ്ത സെയിം പ്രോസസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞ ആദ്യം ആ തിയറി എടുത്ത് തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സെയിം കാര്യങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക, കുറച്ച് മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ എല്ലാത്തിനും. And advantages, instead of using 1 learning rate for every weight, it adjusts updates individually based on past gradients. Momento, history ഒക്കെ പറഞ്ഞില്ലേ, അതേപോലെ ആഡം യൂസ് ചെയ്യുന്നുണ്ട്. So it converges quickly, requires little tuning, works well on many deep learning tasks. That's why it's a common default choice. Why only 10 epochs? എന്തുകൊണ്ട് ഒരുപാട് epochs യൂസ് ചെയ്യുന്നില്ല, 10 epochs? epochs നമുക്ക് ആക്ച്വലി റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏർലി സ്റ്റോപ്പിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ 50 യൂസ് ചെയ്തിട്ട് 12ൽ സ്റ്റോപ്പ് ചെയ്തു. ഒരു ലോസ് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് അത്ര റാൻഡമായിട്ട് എടുത്താണ്. സോ ഫ്യൂർ ദാൻ 5 അപ്രോച്ചസ് മേ അണ്ടർ ഫിറ്റ്. ഒരുപാട് കുറവ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു 5 സ്റ്റെപ്പിൽ കൺവേർജ് ആവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല.
അതിന് ഒരുപാട് ഹൈ ആണെന്നുണ്ടെങ്കിലും ഏർലി സ്റ്റോപ്പിംഗ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും, കമ്പ്യൂട്ടേഷൻ കൂടും. സോ അറൗണ്ട് 10 ഓഫൺ ഗീവ്സ് എ സോളിഡ് ബേസ് ലൈൻ. വേണമെങ്കിൽ 15 കൊടുക്കാം, പക്ഷേ ഇമേജിൻ്റെ കേസിലായതുകൊണ്ട് ഇത്രയും കമ്പ്യൂട്ടേഷനും പാരാമീറ്റേഴ്സും വരുന്നുണ്ട്, പിക്സൽസ് അത്രയും കൂടുതലായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഇത് റൺ ചെയ്യിക്കാൻ തന്നെ എത്ര ടൈം എടുത്തിട്ടുണ്ടാകും? ടൈമിംഗ് ഇല്ല, കുറച്ച് ടൈം ഉണ്ടായിരുന്നു. റണ്ണോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, കാരണം 62 സെക്കൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 62 സെക്കൻഡ്. ഇപ്പോൾ മേ ബി 10 ആണെന്നുണ്ടെങ്കിൽ 600 സെക്കൻഡ്, 610 സെക്കൻഡ്, ആ ഒരു രീതിയിലാണ് വരിക. ഒരു സ്റ്റെപ്പിന് 174 മില്ലി സെക്കൻഡ് പെർ സ്റ്റെപ്പാണ് പോകുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു എപ്പോച്ചിന് 1 മിനിറ്റ് വെച്ചെങ്കിലും എടുക്കുന്നുണ്ട്. സോ കൂടുതൽ എപ്പോച്ച് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ടൈം കൂടുതൽ വരും. ദെൻ മെനി മോർ എപ്പോച്ചസ് ക്യാൻ ഇംപ്രൂവ് പെർഫോമൻസ് ബട്ട് മൈ ഇൻക്രീസ് ഓവർഫിറ്റിംഗ് ഇഫ് നോട്ട് മോണിറ്റേർഡ്. അതുകൊണ്ടാണ് ഏർലി സ്റ്റോപ്പിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ പ്രാക്ടീസ് ഇതിലൊരു എക്സെപ്ഷണൽ കേസാണ് ഗ്രോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗ്രോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 1000 എപ്പോഴ്സ് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത് റൺ ചെയ്യിക്കുകയാണ്. റൺ ചെയ്യിച്ചിട്ട് നമുക്ക് ഇന്നലെ ഒരു കേസ് പറഞ്ഞില്ലേ, 5 എപ്പോച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ബേസ് ചൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട്, ബെസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ട്രൂ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യും. സോ ഇത് ഏർലി സ്റ്റോപ്പിംഗ് ഇല്ലാണ്ട് ഇത് ഏർലി സ്റ്റോപ്പിംഗ് കൊടുക്കുന്നതാണ്. സോ ഇൻ കേസ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, റൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഇവിടെ നിന്നൊന്നും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാണ്ട് ഒരു 600 എപ്പോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് സ്പൈക്ക് ചെയ്യാൻ തുടങ്ങും, ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും ചില കേസിൽ. അതാണ് ഗ്രോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ചില മോഡൽസിൽ അങ്ങനെ ബെറ്റർ പ്രഡിക്ഷൻസ് ഈ റേഞ്ച് കഴിഞ്ഞപ്പോൾ, അതായത് കുറേ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഡോസസ് കുറഞ്ഞത് വരാൻ തുടങ്ങിയിട്ട് ഒരു പോയിന്റിൽ അത് സ്പൈക്ക് ചെയ്യും. അതാണ് ഗ്രോക്കിംഗ് എന്ന് പറയുന്നത്. അത് പഠിക്കാനുള്ളതല്ല, അങ്ങനെ ഒരു കേസ് ഉണ്ട്. സോ അതിൻ്റെ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൺവല്യൂഷൻസ് ഓരോ കേർണൽസും ഇതൊക്കെ ആയിട്ട് ചെക്ക് ചെയ്യില്ലേ, സെപ്പറേറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൂളിംഗ് എടുക്കുന്നു. കുറച്ചുകൂടി ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പൂളിംഗ് എന്നുള്ളത് എടുക്കുന്നത്. ആൻഡ് എഗെയിൻ കൺവല്യൂഷൻ, എഗെയിൻ പൂളിംഗ്, അങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്ത് ഫൈൻഡിങ്സ് ഒക്കെ അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ മാപ്പ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഫൈൻഡിങ്സ് എടുക്കുന്നത്. പിന്നെ This follows the simple progression: extract features with convolution, compress spatial size with the pooling. Spatial size എന്ന് പറഞ്ഞ അതിൻ്റെ ഫീച്ചേഴ്സ് കൺവല്യൂഷൻ വഴി എടുത്തിട്ട് അതിൻ്റെ എഗെയിൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റീജിയണിൽ, ഇപ്പോൾ നമ്മൾ 3x3 ഒക്കെ അല്ലേ എടുക്കുന്നുള്ളൂ, അപ്പോൾ അതിൽ ചിലപ്പോൾ പൂളിങ് ചെയ്യുന്നത് 2x2 ആവും. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡീറ്റെയിൽസ് മിസ്സാവുമൊന്നുമില്ല, കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുകയാണ്. അതാണ് പൂളിംഗ് എന്നുള്ളത് എടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ ഒരു എഡ്ജസിൻ്റെ കേസ് പറഞ്ഞില്ലേ, എഡ്ജസിൻ്റെ കേസിൽ ഈ എഡ്ജസ് എപ്പോഴും ഒരു ഷാർപ്പർ ഏരിയാസ് ആയിരിക്കും. സോ അതിൽ മാക്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ആ ഒരു പിക്സൽസ് എപ്പോഴെങ്കിലും ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിലും അത് ആ ഒരു വാല്യൂസ് എഡ്ജസ് ആയിട്ട് തന്നെയാണ് കാണിക്കുക, മാക്സിമം വാല്യൂസ് എടുക്കുന്നുണ്ട്, ഷാർപ്പ് എഡ്ജസ് ആയതുകൊണ്ട്. സോ ആ ഒരു ടൈപ്പിലാണ് പൂളിംഗ് യൂസ് ചെയ്യുക. സോ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ചുകൂടി ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഇൻക്രീസ് ഫീച്ചർ ഡെപ്ത് 30 to 64, 128. കൂടുതൽ കോംപ്ലക്സിറ്റി വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്, ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ക്ലാസിഫൈ യൂസിങ് ഡെൻസ് ലെയേഴ്സ്. സോ ഇത് ഫൈനലി മാത്രമാണ് ആ ഡെൻസ് ലെയർ കണക്ട് ചെയ്യുന്നത്. ഡെൻസ് ലെയർ മറ്റോടത്ത് കട്ട് ചെയ്തത് ഒന്ന് ഇൻഡിവിജ്വലി അത് ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഫൈനലി അത് കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ ഫൈൻഡിങ്സും കൂടി അഗ്രിഗേറ്റ് ചെയ്യണമല്ലോ.
വേണ്ടിയിട്ട് ഒന്ന് ഈ ഒരു കമ്പ്യൂട്ടേഷൻ്റെ ഇഷ്യൂ ഉണ്ട് ഫസ്റ്റ് ലെയേഴ്സിൽ അങ്ങനെ ഡെൻസ് കൊടുക്കാത്തതിന്. ANNൽ നമ്മൾ അത് കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു, ഒരുപാട് ഇൻപുട്സ് വരുന്നില്ല. പക്ഷേ ഇവിടെ പിക്സൽസ് ഓരോന്നും ഫീച്ചറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഷൻ വരും, പാരാമീറ്റേഴ്സും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ ഒരെണ്ണം ആ ന്യൂറോൺസിനെ ഇൻഡിപെൻഡൻ്റ്ലി ലേൺ ചെയ്യിപ്പിച്ചു നമ്മൾ, ഡെൻസായിട്ട് കൊടുക്കാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, എല്ലാ വെയ്റ്റ്സും എല്ലാ ന്യൂറോൺസിനും കൂടി പാസ്സാവുന്നുണ്ട് ഡെൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളി കണക്റ്റഡ്. ഇപ്പോൾ ഫസ്റ്റത്തെ ഇൻപുട്ട് ഫസ്റ്റ് ന്യൂറോണിൻ്റെ ആ ഒരു കണക്ഷൻ രണ്ടാമത്തെ ഹിഡൻ ലെയറിലുള്ള എല്ലാ ന്യൂറോൺസിലേക്കും പോകണം. ഈ 32 ന്യൂറോൺസ് അല്ലേ ഫസ്റ്റ്, ആ 32 ന്യൂറോൺസിലേക്കും ഈ ഒരു എത്രയാണോ പിക്സൽസ് 150 × 150 എന്ന് പറയുന്നത് 22,500, അപ്പോൾ അത്രയും പിക്സൽസിൻ്റെ 32 എണ്ണത്തിലേക്ക് ഹോൾഡ് ചെയ്യാൻ കൊടുക്കണം. ആ വെയ്റ്റ്സ് എല്ലാത്തിലും പാസ് ചെയ്യണം. അത് ഇൻക്രീസ് ചെയ്യും. പിന്നെ ബയാസും കൂടി ആഡ് ചെയ്യണം. ആ ഒരു ഇതുകൊണ്ടാണ് അവിടെ ഡെൻസ് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാത്തത്. ഇറ്റ് ഗ്രാജുവലി ട്രാൻസ്ഫോംസ് റോ പിക്സൽസ് ഇൻ ടു ഇൻക്രീസിംഗ്ലി അബ്സ്ട്രാക്ട് ആൻഡ് ഡിസ്ക്രിമിനേറ്റീവ് റെപ്രസെൻറ്റേഷൻസ് വൈൽ കീപ്പിംഗ് കമ്പ്യൂട്ടേഷൻ മാനേജബിൾ. ആൻഡ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇൻസൈഡ് വൺ കൺവല്യൂഷൻ, എന്താണ് ഒരു കൺവല്യൂഷനിൽ നടക്കുന്നത് എന്നുള്ളത്. CNNs look at the whole image. It only sees a small window. Okay. Suppose the image is 150 × 150 × 3, length, width, depth. Okay. Layers ഉണ്ടാവില്ലേ, അതാണ് ഡെപ്ത് ആയിട്ട് വരുന്നത്. സോ a 3x3 kernel only sees ഒരു 3 റീജിയൻസ് ആണ് 3x3 kernel എന്നുള്ളത് സീ ചെയ്യുന്നത്. ദെൻ ഇറ്റ്സ് സ്ലൈഡ്സ്, അടുത്തയിലേക്ക് പോകുന്നു, പിന്നെ അടുത്തയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ആ ഒരു പിക്സലിൻ്റെ ഇത് വരുന്നത്. സോ ഇവൻച്വലി ഇറ്റ് ഹാസ് സ്കാൻ ദ എൻറ്റയർ ഇമേജ്. എത്ര പിക്സൽസ് ഉണ്ടോ അതിൽ ടോട്ടലി സ്ലൈഡ് ചെയ്തിട്ടാണ് ഫൈനലി ഫൈൻഡിങ്സ് എടുക്കുന്നത്. സോ a CNN never understands the whole image in the first layer. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹിഡൻ ലെയർ ക്രിയേറ്റ് ചെയ്യില്ലേ, അതിൽ തന്നെ എല്ലാം ആ ഒരു കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ദ ഫസ്റ്റ് ലെയർ ഹാസ് ഓൾമോസ്റ്റ് നോ ഐഡിയ വെദർ ദ ഇമേജ് ഈസ് എ മൗണ്ടെയിൻ, എ ഗ്ലേസിയർ ഓർ എ ബിൽഡിംഗ്. ഇറ്റ് ഓൺലി നോസ് ഐ ഫൗണ്ട് ആൻ എഡ്ജ് or kind of pattern. Later layers combine thousands of these tiny observations into complete objects. അപ്പോൾ നമ്മൾ ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഓരോ ഹിഡൻ ലെയറിലും. നേരത്തെ ആ ഒരു എഡ്ജസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ഹൊറിസോണ്ടൽ എഡ്ജസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ എഡ്ജസ്, അങ്ങനെ കുറേ ഷാഡോസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫൈൻഡിങ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് അടുത്തയിലേക്ക് അങ്ങനെ പോകുന്നത്. അതാണ് ഈ ഒരു ചെറിയൊരു ഏരിയയിൽ അത് ഫോക്കസ് ചെയ്യും കേർണൽ യൂസ് ചെയ്തിട്ട്. പിന്നെ അവിടെ നിന്ന് കൂളിംഗ് യൂസ് ചെയ്യും. ആ ഫൈൻഡിങ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഓരോന്നിലും. ദിസ് ഈസ് കോൾഡ് ഹയറാർക്കിക്കൽ ഫീച്ചർ ലേണിംഗ് ആൻഡ് ഇറ്റ് ഈസ് ദ മെയിൻ റീസൺ CNNs വർക്ക്സ് സോ വെൽ. അപ്പോൾ ആ ഫോക്കസ് അത്രയും ഒരു ചെറിയ റീജിയൻസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. എൻ്റയർ ഇമേജ് ആണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കുറവായിട്ടുണ്ടാവും. ഈ ആ ടൈനി പിക്സൽസിൽ ആ ഫോക്കസ് പോകുന്നതുകൊണ്ടാണ്. ഒരുപാട് സിംഗിൾ പിക്സൽസ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ചെറിയ പിക്സൽസ് അവിടെ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് CNN വർക്ക് ചെയ്യുന്നത്. So why do CNNs learn edges first? This surprises many beginners. Researchers have visualized the first convolution filters. Nearly every trained CNN learns നേരത്തെ പറഞ്ഞ ഒരു horizontal, vertical, diagonal edges. And why? Because almost every object is made of edges. Example, mountain, ഈ ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ എഡ്ജസ്. സോ ആ ഒരു ഷേപ്സ് ആണ്, അതിൻ്റെ എഡ്ജസ് ആണ് ആദ്യം ഡിറ്റക്ട് ചെയ്യുക. എന്താണോ ഒബ്ജക്റ്റ് അതിൻ്റെ എഡ്ജസ് ആണ് ആദ്യം ഡിറ്റക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി ഔട്ട്ലൈൻ ഡിറ്റക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക. സോ എന്നിട്ട് മാത്രമേ ഇന്നർ ഡീറ്റെയിൽസിലേക്ക് പോവുള്ളൂ അത്. ആൻഡ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, റോഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എഡ്ജസ് ആർ ദി ആൽഫബറ്റ് ഓഫ് കമ്പ്യൂട്ടർ വിഷൻ. സോ ആ ഒരു ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ വയർ ഫ്രെയിം എന്ന് കിട്ടുന്നുണ്ടോ, നമ്മൾ ആക്ച്വലി ആ ഒരു ഫൈനൽ വേർഷൻ അല്ല ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ വീടിന് ബേസ്മെൻ്റ് ഒക്കെ ഇടുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ആദ്യം പ്ലാൻ ഉണ്ടാവും, ബേസ്മെൻ്റ് ഉണ്ടാവും, പിന്നെ അവിടെ നിന്ന് വാൾസൊക്കെ ഉണ്ടാക്കും, പിന്നെ ഓരോന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് വരും. ഫൈനലി അത് യൂസബിൾ ഫോർമാറ്റിലേക്ക് വരുമ്പോഴാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. സെയിം രീതിയിലാണ് ഇവിടെയും ഫൈൻഡിങ് ചെയ്യുന്നത്. So what are feature maps? After one convolution, input image convolution layer 32 feature maps. So ഇത് കഴിയുമ്പോൾ
32 copies of the image. It is wrong. Each feature map highlights one learned pattern. Imagine one filter specializes in detecting trees. Feature map വരുന്നത് ആ ഒരു ഡിറ്റക്ട് ചെയ്ത റീജിയൻസിൽ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ലാർജ് വാല്യൂസ് മീൻ ട്രീ ലൈക്ക് പാറ്റേൺ ഡിറ്റക്റ്റഡ് ഹിയർ. അപ്പോൾ എഡ്ജസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ ആ പിക്സൽസിൽ എഡ്ജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മാത്രമാണ് അപ്ഡേറ്റ് വരിക, ബാക്കിയുള്ളവർക്കൊക്കെ സീറോ. ഇപ്പോൾ 1 യൂസ് ചെയ്യില്ലേ, അപ്പോൾ അതേപോലെ അവിടെ ആ ഒരു ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ മാത്രം വാല്യൂസ് ഹൈ ആണ് അല്ലെങ്കിൽ ലോ ആണെന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇതിൽ 8 ഉണ്ട്, 9 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ ഹൈ വാല്യൂ വരുന്ന എവിടെയും 9-ലായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. സോ അനദർ ഫിൽറ്റർ മേ റെസ്പോണ്ട് ഓൺലി ടു റോഡ്സ്. സോ ഫിൽറ്ററിനനുസരിച്ചിട്ടാണ് ആ ഒരു ഏരിയാസ് അപ്ഡേറ്റ് ചെയ്യുക, ആ ഫിൽറ്ററിൻ്റെ ഫൈൻഡിങ്സ്. സോ ആ ഫൈൻഡിങ്സ് ആണ് അടുത്തേക്ക് കൊടുക്കുക. അല്ലാണ്ട് ഇവിടെ എഡ്ജസ്റ്റ് ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കുക. ഹൈ പ്രോബബിലിറ്റി ഇറ്റ് ക്യാൻ ബി റോഡ്സ് ഓർ ബിൽഡിങ്സ് ലൈക്ക് ദാറ്റ്. സോ ഈച്ച് ഫിൽറ്റർ ഈസ് ദ വേർഡ് ഡിഫറൻഷ്യലി. സോ ഫിൽറ്ററിനനുസരിച്ചിട്ടാണ് അവിടെ ആ ഒരു ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. So why does image size become smaller? 140 after pooling. So ആദ്യം ഇമേജ് സൈസ് 150x150 ആയിരുന്നു. കൺവല്യൂഷൻ കഴിയുമ്പോൾ 148x148 ആയി. ദെൻ പോളിംഗ് കഴിയുമ്പോൾ 74x74 ആയി. Are we losing information? Yes, but we intentionally keep the most useful information. ആ ഫോക്കസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടൈനി ഡീറ്റെയിൽസ് മാറ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതാക്കുന്നത്. So think of a reading book. You don't memorize every letter, you memorize the important ideas. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ് എഴുതിയെടുക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് അല്ല, കോർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പൂളിംഗ് പെർഫോംസ് എ സിമിലർ കംപ്രഷൻ. And why doesn't the CNN memorize every pixel? Imagine two photos of the same mountain. Image A, mountain in the center. Image B, mountain shifted slightly left. ഒരെണ്ണം സെൻറ്ററിൽ ഒരു മൗണ്ടെയിൻ ഉള്ളത്, ഒരെണ്ണം ചെറുതായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചത്. സോ ഹ്യൂമൻസ് സ്റ്റിൽ റെക്കഗ്നൈസസ് ബോത്ത്. പൂളിംഗ് ഹെൽപ്സ് CNNs ബിഹേവ് സിമിലർലി. അതായത് ഒരു ക്യാറ്റ്, ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ക്യാറ്റിൻ്റെ ഇമേജ് ഉണ്ടെന്ന് വെച്ചാൽ ആ ക്യാറ്റിനെ തന്നെ അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. Pooling helps CNNs behaves similarly. It gives translation invariance. A small movement should not completely change the prediction. So അവിടെ ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിലും മൗണ്ടെയിൻ അല്ലാതെ ആവുന്നില്ല, അല്ലെങ്കിൽ ക്യാറ്റ് അല്ലാണ്ടാവുന്നില്ല. അത് ക്യാറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാറ്റ് എന്ന് തന്നെയാണ് പ്രഡിക്ഷൻ ചെയ്യുന്നത്. പ്ലേസ് ചേഞ്ച് ആയി, ഒരു പിക്സൽസ് ചേഞ്ച് ആയി എന്ന് പറഞ്ഞിട്ട് പ്രഡിക്ഷൻ മാറുന്നു. So why are convolutional layers before dense layers? Suppose you flattened immediately 150x150x3 totally 67,500 inputs വരും. So dense layer would treat every pixel independently. Dense layer നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ഓരോ പിക്സലും ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്യേണ്ടത്. So pixel 10x10 has no relationship pixel 11x10. But neighboring pixels are highly related in images. Convolution preserves this local relationship. So ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിനെ വർക്ക് ചെയ്യിക്കാനാണ്. ഇപ്പോൾ ഇവിടെ ഇതൊരു പിക്സലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്സൽ, ഇപ്പോൾ 4 പിക്സൽ, ഈ ഒരു പിക്സലുമായിട്ട് റിലേറ്റ് ചെയ്യാണ്ട് ഇൻഡിവിജ്വലി ലേൺ ചെയ്യിപ്പിക്കാനാണ് അങ്ങനെ ഡെൻസ് അല്ലാണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ന്യൂറോൺസിനും അങ്ങനെ ഇൻഡിപെൻഡൻ്റ്ലി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ കൊടുക്കുന്നത്. ദിസ് ഇസ് വൈ CNNs outperform plain neural networks on images. സോ ഒരു നോർമൽ പ്ലെയിൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് അല്ലാണ്ട് ANNൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു ഡെൻസ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇൻഡിവിജ്വലി അതിന് ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് അവിടെ കൊടുക്കുന്നത്. സോ സപ്പോസ് വൺ ഫിൽറ്റർ ഡിറ്റക്ട്സ് എ വെർട്ടിക്കൽ എഡ്ജ് വിത്തൗട്ട് വെയിറ്റ് ഷെയറിംഗ്. ടോപ്പ് ലെഫ്റ്റ് കോർണർ വൺ ഡിറ്റക്ടർ, സെൻറ്റർ അനദർ ഡിറ്റക്ടർ, ബോട്ടം ലൈറ്റ് അനദർ ഡിറ്റക്ടർ. മൾട്ടിപ്പിൾ റീജിയൻസ് ആ എഡ്ജസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പാണെന്നുണ്ടെങ്കിൽ, മൗണ്ടെയിൻസിൻ്റെ ഷേപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന്
അപ്പോൾ ഇതിൻ്റെ ഏത് റീജിയൻസിലാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മൗണ്ടൻസിൻ്റെ ഇപ്പോൾ ഗ്രിഡ്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ ഔട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഏത് റീജിയൻസിലാണ് ഡിറ്റക്ഷൻ ചെയ്തത്? ടോപ്പ്, സെൻട്രൽ. സെൻട്രൽ അഡ്ജസ്റ്റ് ഒന്നുമില്ല, ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഡിറ്റക്ട് ചെയ്യും. ബോട്ടം റൈറ്റ്, ബോട്ടം ലെഫ്റ്റ്, ആൻഡ് സെൻട്രൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റീജിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണത് അപ്ഡേറ്റ് ചെയ്യുന്നത്. And you would need thousands of separate detectors. Instead, the same kernel slides everywhere. ഒരു പാർട്ടായിട്ട് ഈ ഒരു റീജിയൻ, ഇപ്പോൾ ഈ ഹില്ലിൻ്റെ ഇവിടെ ഒരു ഡിറ്റക്ടർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീജിയൻ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റിൽ അവിടെ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കാൻ പറ്റും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ. ആൻഡ് ബെനിഫിറ്റ്സ് ഫാർ ഫ്യൂവർ പാരാമീറ്റേഴ്സ്, ലോവർ മെമ്മറി യൂസേജ്, ഫാസ്റ്റർ ട്രെയിനിങ്, ഡിറ്റക്ട്സ് ദ സെയിം ഫീച്ചർ റിഗാർഡ്ലെസ് ഓഫ് പൊസിഷൻ. And why CNNs need far fewer parameters than ANNs? Imagine a fully connected network of 150 into 150 RGB image input neurons. പറഞ്ഞ കേസ് തന്നെയാണ് എത്ര ന്യൂറോൺസ് യൂസ് ചെയ്യണമെന്നുള്ളത്. ജസ്റ്റ് വൺ ഹിഡൻ ലെയർ ഓഫ് 128 ന്യൂറോൺസ് റിക്വയർസ് 67,500 into 128, 8.65 million weights. Now compare with one convolution, 3x3 kernel, 9 weights, 3 channels, 27 weights. Even with 32 filters, 27 into 32. ഒരു കേർണൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി അവിടെ 864 വെയ്റ്റ്സ് യൂസ് ചെയ്യണം. സോ 8.64 million വേഴ്സസ് 864. മനസ്സിലായില്ല? ടോട്ടലി നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് വരും ഫുള്ളി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ? 8.64 million. അപ്പോൾ 80,64,000. 80,64,000. പക്ഷെ നമ്മളെ ഇവിടെ എന്ത് ചെയ്യണേ? ഫുള്ള് പിക്സൽസ് എടുക്കുന്നില്ല, കേർണലായിട്ടാണ് എടുക്കുന്നത്. 3x3 ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എത്ര ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്? 27 into 32. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണേ? 3x3 കേർണൽ എന്ന് പറയുമ്പോൾ 9 വെയ്റ്റ്സ് വരുന്നുണ്ട്, അതൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ 3 ചാനൽസും കൂടി വരുന്നുണ്ട്. 3 ഡെപ്തിൻ്റെ ഇതും കൂടി ഫിൽറ്റേഴ്സും ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 3 ചാനൽസും കൂടി വരുന്നുണ്ട്. RGB എന്ന് പറയുമ്പോൾ 3 ചാനലാണല്ലോ, അതാണ് ആ 3 കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ 150 എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ലെങ്ത്തും വിഡ്ത്തും, പിന്നെ 3 ചാനലും കൂടി വരണം RGB എന്ന് പറയുമ്പോൾ. അതാണ് ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിന് എത്ര വരും? മൊത്തം 27 വെയിറ്റ് വരുന്നുണ്ട്. 9 പിക്സൽ അവിടെ വരികയും ചെയ്യും, 3 വെയിറ്റും കൂടി വരും RGBയുടെ. സോ 27 വെയിറ്റ്സ് വരുന്നുണ്ട്. സോ അത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 864. സോ ആ 864 ഹാൻഡിൽ ചെയ്താൽ മതി. 80,64,000 ഹാൻഡിൽ ചെയ്യേണ്ട. കമ്പ്യൂട്ടേഷൻ ഏതാ കുറവ്? 864. അതാണ് ഡിഫറൻസ്. ദാറ്റ് ഇനോമസ് റിഡക്ഷൻ ഈസ് വൈ CNNs ആർ കമ്പ്യൂട്ടേഷണലി എഫിഷ്യൻറ്റ്. സോ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് അതിന് കൊടുക്കാനും കൂടി പറ്റുന്നുണ്ട്. പിന്നെ കൂളിംഗ് കൂടി വരുമ്പോൾ കുറച്ചുകൂടി അത് ഇൻക്രീസ് ആവുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച്. So why don't all filters learn the same thing? So initially every filter starts with random values. During back propagation, each filter receives different gradient updates. Gradients എന്ന് പറഞ്ഞായിരുന്നില്ലേ, ഇപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. പ്രോസസ്സാണ്. ഇവൻച്വലി വൺ ഫിൽറ്റർ മേ സ്പെഷ്യലൈസ് ഇൻ ഗ്രാസ്, another in sky, another in windows, another in shadows. Specialization emerges automatically from വൈഡ് അതിപ്പോൾ എത്ര ഉണ്ട്? അത്രേ ഉള്ളൂ. ഞാനത് ഇത് കുറേയൊക്കെ ഇന്നലെ പറഞ്ഞു തന്ന പോലത്തെ ഉള്ളൂ. പിന്നെ ഈ ഇതിൻ്റെ എക്സ്പ്ലെയിനിങ് മാത്രമേ ഉള്ളൂ. അതൊന്നും ജസ്റ്റ് ഞാൻ റഫായിട്ട് പറഞ്ഞുതരാം എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന്.